ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന 1000 നാമങ്ങളുടെ നാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങള് ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. എന്തെന്നാല് ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ അതിന്റെ നാമാർത്ഥം, അതിന്റെ തത്വാർത്ഥം രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് അതിന്റെ ബ്രാക്കറ്റിൽ നാമാർത്ഥം എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ നാമങ്ങൾ എടുത്തിട്ട് അതിന്റെ അർത്ഥം ആയിട്ടായിരിക്കും പറഞ്ഞു പോവുക. അതേസമയം തത്വാർത്ഥം എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടാലിറ്റിയിലുള്ള എന്താണ് അതിന്റെ തത്വം, നമ്മളൊരു ഉപാസകൻ അല്ലെങ്കിൽ ഒരു ശക്തി ഉപാസകൻ അല്ലെങ്കിൽ ഒരു ശ്രീവിദ്യ ഉപാസകൻ അതിൽ നിന്ന് എന്താണ് നേടേണ്ടത്, എന്താണ് തന്റെ നിത്യ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ തത്വം കൂടെ ചെയ്തു പോവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്ഭവം അഥവാ അതിന്റെ പശ്ചാത്തലം, മന്ത്രസംഹിത, ഫലശ്രുതി, ജപവിധാനം, വൈദിക സ്വരൂപം, പാരമാണിക സ്വരൂപം, താന്ത്രിക സ്വരൂപം, നാമവിഭാഗം, ന്യാസങ്ങള്, ധ്യാന ശ്ലോകങ്ങൾ, 14 അധ്യായങ്ങൾ തുടങ്ങി ഒരു ശക്തി ഉപാസകൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് ലളിതാ പരമേശ്വരിയുടെ ഒരു ഉപാസക എന്നുള്ള നിലയിൽ എന്നെ ആ ഒരു സാക്ഷാത്കരിക്കാൻ പോകുന്ന ഈ ഒരു സഹസ്രനാമ വ്യാഖ്യാനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു സമയമുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അമ്മ തീരുമാനിക്കുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ വിവരണങ്ങൾ കേൾക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് അമ്മയാണ്. ഞാൻ പറയുന്നതിന്റെ തെറ്റുകുറ്റങ്ങള് എന്താണ് എന്നെ നയിക്കേണ്ടത് എല്ലാം അമ്മയാണ് എൻ്റെ ആദ്യമായിട്ട് കേൾവിക്കാരിയായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ്. എൻ്റെ വിവരണം കേൾക്കുന്ന, എൻ്റെ തെറ്റുകുറ്റങ്ങളെ തിരുത്തുന്ന വ്യക്തി, എനിക്ക് പൂർണ്ണ അനുഗ്രഹം തരുന്ന വ്യക്തി എൻ്റെ അമ്മ തന്നെയാണെന്ന് ആ ഒരു എൻ്റെ ആത്മാഭിന്നയായിരിക്കുന്ന ലളിതാ പരമേശ്വരിയാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ശ്രീചക്രം, ശ്രീവിദ്യ, ശ്രീമാത ഈ മൂന്നും ലളിതാദേവി തന്നെയാണ്. ഇത് മൂന്നും അഭിന്നമല്ല എന്നറിയുന്ന ഒരു വ്യക്തി ഈ സംസാര സാഗരം കടന്നിരിക്കും, ഉറപ്പാണ്. അതിനായിട്ട് സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു, ആത്മ, അന്തരാത്മ, പരമാത്മ, യോഗാത്മ, ജ്ഞാനാത്മ എല്ലാമായിട്ടിരിക്കുന്ന ഈ ജഗത് ജനനിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് തുടങ്ങാനോ പൂർത്തീകരിക്കാനോ സാധ്യമാകൂ. അതിന് ഗുരുപരമ്പരയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെ ആദിഗുരുവായിരിക്കുന്ന സദാശിവന്റെയും ഗുരുരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെയും പാദപത്മങ്ങളിൽ എൻ്റെ അഹം, ഞാനെന്നുള്ള ബോധം, എൻ്റെ കർമ്മങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് ആ ഒരു ചിന്താമണി ഗ്രഹത്തിൽ പ്രവേശിക്കാൻ പൂർണ്ണമായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് നമുക്ക് ഈ ലളിതാ സഹസ്രനാമ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ലളിതാ സഹസ്രനാമം തത്വാർത്ഥം, നാമാർത്ഥം എപ്പോഴും രണ്ടായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക. തത്വാർത്ഥങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് തത്വാർത്ഥങ്ങൾ കേൾക്കാം, നാമാർത്ഥങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഏതിനാണെങ്കിലും നമ്മള് ദേവിയുടെ ചിലർക്ക് തത്വത്തിനേക്കാളും നാമങ്ങളുടെ വ്യാഖ്യാനം ജപിക്കുന്നതിലായിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. എങ്കിലും ഒരു പൂർണ്ണമായിരിക്കണം, സമഗ്രമായിരിക്കണം അമ്മയ്ക്കുള്ള സമർപ്പണം എന്ന് പറയുമ്പം എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ജീവിത യാത്രയിൽ ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന മഹാഭാഗ്യം അല്ലെങ്കിൽ പുണ്യമായിട്ട് കാണുകയാണ് അത്. അതുകൊണ്ട് പറയുന്നതും കേൾക്കുന്നതും എല്ലാം അമ്മയായതുകൊണ്ട് എന്നെ ഉള്ളിലിരുന്ന അമ്മ എന്നെ കൊണ്ട് പറയിക്കുകയും വെളിയിലിരുന്ന അമ്മ കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി ലളിതാ മഹാത്രിപുര സുന്ദരി പരാഭട്ടാരികയായിരിക്കുന്ന, രാജരാജേശ്വരിയായിരിക്കുന്ന, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മാതാവായിരിക്കുന്ന, എൻ്റെ ഭരദേവതയായിരിക്കുന്ന, എൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന അമ്മയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ കലിയുഗം മനുഷ്യന്റെ ആധ്യാത്മിക തലം വളരെയധികം തകർക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് സാധാരണ പറയാറുണ്ട്. 4 യുഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് പറയാറുണ്ട്. കാരണം മന്ത്രസാധനയിലൂടെയും ദേവി ഉപാസനയിലൂടെയും പെട്ടെന്ന് നമുക്ക് ആ ഒരു തലത്തില് മോക്ഷത്തിൽ എത്തിച്ചേരാൻ സാധ്യമാകുന്നതും ഈ കലിയുഗമാണ്. അപ്പൊ ബാഹ്യജ്ഞാനത്തിൽ മാത്രം ശ്രദ്ധയൂന്നി അതിനായി പ്രവർത്തിച്ച്
പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വന്തം പരദേവതയെ മറന്ന്, അമ്മയാണ് നമ്മുടെ അന്തർയാമിയായിരിക്കുന്ന പരദേവത, ആ ഒരു സത്യത്തെ തന്റെ ഉള്ളിലും പുറത്തും കാണാൻ അലയുന്ന ഒരു യുഗമാണ് കലിയുഗമായിട്ട് പറയുന്നത്. വിന്ധ്യപർവ്വതത്തിന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അവിടെ ദ്രവീഡിയൻ ഭാഷയെ ഉദ്ധരിച്ച് പ്രചരിപ്പിക്കാൻ പോയ അഗസ്ത്യ മഹർഷി ഭൂമിയിലെ ജനങ്ങളെക്കുറിച്ച് അവരുടെ പാപപ്രവർത്തികൾ കണ്ട് അതീവ ദുഃഖിതനായി തീർന്നു. അഗസ്ത്യ ഋഷി എല്ലാ യുഗത്തിലും ജീവിച്ചിരിക്കുമെങ്കിലും എവിടെ മനുഷ്യർ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരെ ദ്രോഹിച്ചു കഴിയുന്നു അവിടെ തങ്ങാറില്ല. ഭൂമിയിലെ ജനങ്ങളുടെ പാപം അകറ്റാൻ, അവർക്ക് മോക്ഷം കൊടുക്കാൻ അഗസ്ത്യമുനി തപസ് ആരംഭിച്ചു. ഹയഗ്രീവനെ പ്രത്യക്ഷപ്പെടുത്താനായിരുന്നു ഈ തപസ്. നിസ്വാർത്ഥമായിരിക്കുന്ന അഗസ്ത്യന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ഹയഗ്രീവൻ പാഞ്ചജന്യം, ശംഖ്, ചക്രം, വേദങ്ങള്, അഭയമുദ്ര 4 തൃക്കൈകളില് ധരിച്ചുകൊണ്ട് അഗസ്ത്യന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഹയഗ്രീവനെ കണ്ട അഗസ്ത്യൻ വളരെയധികം സന്തോഷത്തോടുകൂടി തന്റെ ചോദ്യശരങ്ങൾ നിരത്തി. തന്റെ ഈ ഭാഗം ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. ഹയഗ്രീവൻ ദണ്ഡിനി സഹസ്രനാമം, മന്ത്രിണി സഹസ്രനാമം ഒക്കെ അഗസ്ത്യനുമായി ചർച്ച ചെയ്ത് പിന്നെ ലളിതാ പരമേശ്വരിയുടെ ശ്രീചക്രത്തിലൂടെയുള്ള ആവിർഭാവവും പട്ടാഭിഷേകവും ഭണ്ഡാസുര വധവും അമ്മയുടെ 15 അക്ഷരമുള്ള പഞ്ചദശാക്ഷരി എന്ന ശ്രീവിദ്യ മന്ത്രത്തെയും അമ്മയുടെ വാസസ്ഥാനമായിരിക്കുന്ന ശ്രീപുരത്തെയും ഒക്കെ വിവരിച്ചു പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം കേട്ട അഗസ്ത്യൻ അടക്കാൻ പറ്റാത്ത ആകാംക്ഷയോടുകൂടി വളരെയധികം വിഷമത്തോടുകൂടിയും ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് ഹയഗ്രീവനോട് ചോദിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ പൂർവഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പഞ്ചദശാക്ഷരി എന്ന് പറയുമ്പോൾ 15 അക്ഷരമാണ്. അതിലെ വാഗ്ഭവ കൂടമായിട്ടാണ് നമ്മൾ ഈ പൂർവഭാഗത്തെ പറയുന്നത്. അപ്പൊ അഗസ്ത്യൻ ഹയഗ്രീവനോട് ചോദിക്കുകയാണ്, അല്ലയോ വേദശാസ്ത്രങ്ങളുടെ എല്ലാം തന്നെ ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ഹയഗ്രീവ ഭഗവാനെ, കുതിരമുഖത്തോടു കൂടിയവനെ, ലളിതാ പരമേശ്വരിയുടെ കഥ, ആവിർഭാവം, ഭണ്ഡാസുര വധം എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. ഇത് കേട്ട് ഞാൻ വളരെ കൃതാർത്ഥനാണ്, അനുഗ്രഹീതനാണ്. അമ്മയുടെ അലൗകികമായ വാസസ്ഥാനം ശ്രീപുരം എന്ന അമ്മയുടെ പട്ടണം, അമ്മയുടെ 15 അക്ഷരങ്ങൾ ചേർന്ന മഹാമന്ത്രം, അതിന്റെ രഹസ്യ അർത്ഥങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. മന്ത്രിണി, ദണ്ഡിനിമാരുടെ സഹസ്രനാമങ്ങളും പറഞ്ഞു തന്നു. പക്ഷേ ലളിതാംബികയുടെ സഹസ്രനാമം മാത്രം പറഞ്ഞു തന്നില്ല. എന്താണ് അങ്ങ് അത് ചെയ്യാൻ കാരണം? എനിക്ക് എന്താണ് അതിനുള്ള യോഗ്യതയില്ലേ? അത് ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മയുടെ 1000 മുത്തുക്കളെ എനിക്ക് അറിയാൻ ഭാഗ്യമില്ലായിരിക്കും. ഞാനൊരു ശുദ്ധാത്മാവെന്ന് ഞാൻ കരുതിയത് തെറ്റായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങ് എനിക്ക് ലളിതാ സഹസ്രനാമം പറഞ്ഞു തരാത്തത്. പക്ഷെ എന്താണ് ഇതിന് കാരണമെന്ന് അറിഞ്ഞാലേ ആ പാപത്തിൽ നിന്ന് എനിക്ക് മുക്തനാകാൻ സാധിക്കൂ. ഭഗവാനെ, എനിക്കത് പറഞ്ഞു തരൂ. ഹയഗ്രീവൻ പറഞ്ഞു, അല്ലയോ ലോപാമുദ്രയുടെ ഭർത്താവായിരിക്കുന്ന അഗസ്ത്യ, സമചിത്തതയോടെ ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും ഒരു ഗുരുവും ഒരു രഹസ്യവും മന്ത്ര ഉപദേശവും തന്റെ ശിഷ്യന് നൽകില്ല. കാരണം ശിഷ്യന്റെ ഡിവോഷൻ, അതായത് ഭക്തി, ശ്രദ്ധ, ഇതറിയുന്നതിനുള്ള അടങ്ങാത്ത ആഗ്രഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലളിതാ സഹസ്രനാമം പോലെ ഈ പ്രപഞ്ചത്തിനും അതിനപ്പുറത്തുമുള്ള ഉയർന്ന പരദേവതയുടെ 1000 നാമങ്ങൾ ഉപദേശിക്കുകയുള്ളൂ. ആ വ്യക്തിക്കുള്ള അർഹത എന്തെന്നാൽ പഞ്ചദശാക്ഷരി മന്ത്രമുണ്ടായിരിക്കണം, ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ആളായിരിക്കണം. ആ ഒരു വ്യക്തി, അതായത് ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വ്യക്തിക്ക് സദാ അമ്മയോടുള്ള ഭക്തി കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ദുഷ്ടനാകരുത്, അവിശ്വാസമുള്ളവനാകരുത്. അങ്ങനെയുള്ളവന് മാത്രമേ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ സിദ്ധികൾ ലഭിക്കുകയുള്ളൂ. ശ്രീപുരം എന്നത് ഈ പ്രപഞ്ചത്തിലും അതിനു മുകളിലും ഇങ്ങനെ ഒരു സ്ഥലവും ഇല്ല. ശ്രീവിദ്യ പോലെ ഉയർന്ന ഒരു ഉപാസനയില്ല. ശ്രീ ലളിതാംബികയും കാമേശ്വരനെയും പോലെ ഉയർന്ന 2 ദേവശക്തികളില്ല. ലോകത്തിലെ ആ കീർത്തനങ്ങളിലും സഹസ്രനാമങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണ് ലളിതാ സഹസ്രനാമം. ഇത് വായിച്ചാൽ ലളിതാ പരമേശ്വരി അത്യന്തം സന്തുഷ്ടയാകുമെന്നുള്ളതിൽ സംശയമില്ല. ദേവിയെ ബില്വപത്രങ്ങൾ കൊണ്ട്, തുളസി, താമര കൊണ്ട് അർച്ചിക്കണം. ശ്രീചക്രം എന്ന ദേവിയുടെ യന്ത്രരാജനാണ്. ആ ചക്രരാജൻ എന്ന പേര് ഇതിനുണ്ട്. ഈ ശ്രീചക്രത്തെ ധ്യാനിക്കണം, പൂജിക്കണം. പഞ്ചദശാക്ഷരി മന്ത്രം സദാ ജപിക്കണം. മന്ത്രരാജ്ഞിയാണ് ഈ മന്ത്രം. ഇതെല്ലാം അറിയാൻ പറ്റുന്ന ഒരു ഉയർന്ന വ്യക്തിക്ക് മാത്രമേ ഈ ലളിതാ സഹസ്രനാമം ഉപദേശിക്കാനാവൂ. ഇത് പറഞ്ഞ് ആ ഒരു ഐം ഹ്രീം ശ്രീം ശ്രീമാത്രേ എന്ന് പറഞ്ഞ് ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ
അഗസ്ത്യന് ഉപദേശിക്കുന്നതാണ് പൂർവഭാഗമെന്ന് പറയുന്നത്. ഇങ്ങനെ ഹയഗ്രീവൻ അഗസ്ത്യന് ദേവിയുടെ 1000 നാമങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ രഹസ്യനാമങ്ങളാണ്. കാരണം ഇതിലെ എല്ലാം തന്നെ ബീജാക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത്? കുളിച്ച് ശുദ്ധമായി ദേവിയുടെ ശ്രീചക്രത്തെ വന്ദിച്ച് പഞ്ചദശാക്ഷരി ജപിച്ച് ഈ ലളിതാ സഹസ്രനാമത്തെ ഭക്തിപൂർവം ജപിക്കണം. നാമപാരായണം കഴിഞ്ഞ് പൂക്കൾ സമർപ്പിക്കണം. ഇനി ഫലശ്രുതിയും കൂടെ നമ്മൾ അറിയണം. കാരണം ഇതിനെയാണ് ഉത്തരഭാഗം എന്ന് പറയുന്നത്. മോക്ഷാർത്ഥിക്ക് വേണ്ടിയല്ല, എങ്കിലും ഈ മഹാമന്ത്രം ജപിച്ചാൽ ഉള്ള ഫലം കേൾക്കുന്നവരുടെയും പറയുന്നവരുടെയും പാപം ഇല്ലാതായിരിക്കും എന്നതുകൊണ്ട് മാത്രം നമുക്ക് ആ ഉത്തരഭാഗം എന്ന് പറയുന്ന ഫലശ്രുതിയും കൂടി മനസ്സിലാക്കിയിരിക്കാം. എന്തൊക്കെയാണ് ഈ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ കിട്ടുന്ന പുണ്യം, ഇല്ലെങ്കിൽ കിട്ടുന്ന ദേവിയുടെ അനുഗ്രഹം? കോടി തീർത്ഥ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി പുണ്യം ലഭിക്കും. വാരാണസിയിൽ, അതായത് കാശിയില് കോടി ലിംഗ പ്രതിഷ്ഠ ചെയ്താൽ കിട്ടുന്ന ആ പൂർണ്ണമായിരിക്കുന്ന പുണ്യം ഈ ലളിതാ സഹസ്രനാമം ഒറ്റ പാരായണം കൊണ്ട് ലഭിക്കും. കുരുക്ഷേത്ര ഭൂമിയിൽ ശ്രീകൃഷ്ണൻ അർജുനന് ആ ഗീത ഉപദേശിച്ച സ്ഥലമാണ് കുരുക്ഷേത്ര ഭൂമി, നമുക്കറിയാം. ആ വേദശാസ്ത്രങ്ങൾ പഠിച്ച വ്യക്തികള് സൂര്യഗ്രഹണത്തിന്റെ അന്ന് ആ ഒരു സ്വർണദാനം ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി ഫലം കിട്ടും. കാരണം വാങ്ങുന്നവന് പാപം മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ പറയുന്ന പോലെ അവിടെ എന്താ പറയുക, ഈ സൂര്യഗ്രഹണ സമയത്ത് ഒരുപാട് ദാനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ദാനം വാങ്ങാൻ ധാരാളം പേര് ചെല്ലാറുണ്ട്. അപ്പൊ ദാനം വാങ്ങിയതിന് ശേഷം അവര് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഗായത്രി ജപം ചെയ്യാറുണ്ട്. ഗംഗാതീരത്ത് അശ്വമേധ യാഗം നടത്തുന്നതിനേക്കാൾ 1000 ഇരട്ടി ഫലം കിട്ടും ഈ ലളിതാ സഹസ്രനാമ പാരായണം കൊണ്ട്. ഈ 1000-ൽ ഒരു നാമം ജപിക്കുന്നവന്റെ പാപങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യാത്തവരുടെ പാപങ്ങളെല്ലാം തന്നെ ഈ ദേവീ നാമ പാരായണം ഇല്ലാതാക്കും. ആരാണോ ശ്രീവിദ്യ ഉപാസനയിലോട്ട് ദീക്ഷ എടുത്തിരിക്കുന്നത് അവർ ഏത് കർമ്മങ്ങൾക്കും ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് വേറൊരു ദേവതയുടെ മുന്നിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറെ ദേവതയെ ആശ്രയിച്ചാൽ അതിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരിൽ ദേവി അതീവ സംപ്രീതയായി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും. അമ്മയുടെ ഉപാസകൻ എന്ന പേര് വേണമെങ്കിൽ അവ്യാജ സ്നേഹം അമ്മയോട് വേണം. എന്നും വായിക്കുന്നവരിൽ ഈ സ്നേഹം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകും. ഇനി എന്നും ജപിച്ചില്ലെങ്കിൽ ഓണം, വിഷു, പൗർണമി, ജന്മദിനം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണ സമയങ്ങള്, അഷ്ടമി, നവമി, ചതുർദശി, വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ വായിക്കണം. ഇനി പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി ദേവിയെ അവിടെ ധ്യാനിച്ച് വായിച്ചാൽ വളരെ വേഗം ജ്ഞാനം ഉദിക്കുമെന്ന് പറയുന്നു. ജന്മനക്ഷത്രങ്ങള്, ഭർത്താവ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുടെ ദോഷഫലങ്ങള് ഉള്ള സമയങ്ങള്, ഗ്രഹദോഷങ്ങൾ മാറി ആയുസ്സും ആരോഗ്യവും ബലവും ധൈര്യവും വർദ്ധിക്കാൻ വേണ്ടി ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മാത്രം മതി. പനിയുള്ള ആളിന്റെ നെറ്റിയിൽ കൈവച്ച് ലളിതാ സഹസ്രനാമം വായിച്ചാൽ ജ്വരശമനം ഉണ്ടാകുമെന്നും, ഇനി കുങ്കുമം, ചന്ദനം ഇവ തൊട്ട് ജപിച്ച് നെറ്റിയിൽ ധരിച്ചാല് അത് അതുപോലെ തന്നെയുള്ള ഫലം ഉണ്ടാകും. വെള്ളം വെച്ച് അതിൽ തൊട്ട് ജപിച്ചത് കുടിക്കാം. വെണ്ണ തൊട്ട് ജപിച്ചത് സന്താന ലബ്ധിക്കായി കൊടുക്കാം. ശരഭേശ്വരൻ ലളിതാ സഹസ്രനാമം വായിക്കുന്നവരുടെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുമെന്ന് പറയുന്നു. പ്രത്യങ്കിരാ ദേവി, ശരഭേശ്വരന്റെ ഭാര്യയായിരിക്കുന്ന ദേവി എല്ലാ ആഭിചാര ദോഷങ്ങളും ഇല്ലാതാക്കും. ദേവി നാമങ്ങൾ ഉരുവിടുന്നവരെ മാർത്താണ്ഡ ഭൈരവൻ സദാ കാവൽ നിൽക്കും. ഇനി ദേവിയുടെ സഹസ്രനാമം വായിക്കുന്നവരുടെ സ്വത്ത് അപഹരിക്കുന്നവരെ ക്ഷേത്രപാലകൻ നശിപ്പിക്കും. ലളിത ഉപാസനയുള്ള ഒരു ഉപാസകനെ ആവശ്യമില്ലാതെ വാക്കുകൾ കൊണ്ട് നോവിച്ചാൽ ശ്യാമളാദേവിയുടെ അംഗദേവതയായ നകുലേശ്വരി അവരുടെ വാക്കിനെ സ്തംഭിപ്പിക്കും. ദേവിയുടെ സൈന്യാധിപയായിരിക്കുന്ന ദണ്ഡിനിയായിരിക്കുന്ന മഹാവാരാഹി രാജാവാണെങ്കിൽ പോലും ദേവി ഉപാസകയെ ദുഃഖിപ്പിച്ചാൽ ദണ്ഡന കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ലക്ഷ്മി ദേവി ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വീട് വിട്ടു പോകില്ല. 6 മാസത്തേക്ക് സരസ്വതി ദേവി ജപിക്കുന്നവന്റെ നാവിൽ വാഗ്ദേവതയായിട്ടിരിക്കും. ലോകവശ്യം, പാപനാശനം എല്ലാം അറിയാതെ തന്നെ വന്നു ചേരും. ലൗകിക ജീവിതത്തിൽ ലളിതാ സഹസ്രനാമം നാമാർത്ഥം അറിയുന്ന ഒരാളിന് കൊടുക്കുന്ന ഭൗതിക എന്ത് സമ്മാനവും ലളിതാ പരമേശ്വരിയെ സന്തുഷ്ടയാക്കും. ഒരു അജ്ഞാനിക്കാണെങ്കിൽ അയാളുടെ പാപങ്ങൾ കൊടുക്കുന്ന ആളിനെ സ്വീകരിക്കേണ്ടി വരും.
ശ്രീവിദ്യയിലേക്ക് മന്ത്രദീക്ഷ ലഭിച്ച് ശ്രീചക്ര പൂജ ചെയ്ത് ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾ ഈ പ്രപഞ്ചത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കും. ശ്രീവിദ്യ ദീക്ഷയില്ലാതെ ലളിതാ സഹസ്രനാമം വായിക്കാൻ പാടില്ല. ലളിതാ സഹസ്രനാമം അർത്ഥമറിയാതെ ജപിക്കുന്നത് അണഞ്ഞ തീയിൽ വിറക് വയ്ക്കുന്നത് പോലെയാണെന്ന് പറയുന്നു. ഇനി വായിക്കുകയാണെങ്കിൽ തന്നെ മന്ദബുദ്ധി പോലും അർത്ഥം അറിയാൻ ശ്രമിക്കണമെന്ന് അർത്ഥം. ദേവി അനുഗ്രഹിക്കും അവരെ. അടുത്ത ജന്മമെങ്കിലും അർത്ഥത്തോടെ അമ്മയെ പൂജിക്കാൻ സാധിക്കും. സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമം ജപിച്ച് ആ ശ്രീചക്ര അർച്ചന ചെയ്യുന്ന ജീവനെ ദേവി തന്റെ ശക്തികളെ അയച്ച് തന്റെ സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുവരും. ഐം ഹ്രീം ശ്രീം ശ്രീമാത്രേ നമ ലളിതാംബികായേ നമ എന്ന് ഉച്ചരിച്ച് പുഷ്പങ്ങൾ ആകാശത്തെ ദർശനമാക്കി അർച്ചിക്കണം. പൗർണമി ദിവസം ഈ രീതിയിൽ ശ്രീചക്ര പൂജ ചെയ്യുന്നവരെ സ്വയം ലളിതാംബികയായിട്ട് കാണണം, അല്ലെങ്കിൽ പാപം വന്നു ചേരും. നവമി ദിവസം ചെയ്യുന്ന പൂജ മോക്ഷം കൊടുക്കും. മഹാനവമി ദിവസം ശിവശക്തി അനുഗ്രഹം, അഷ്ടമി രുദ്രന്റെ അതായത് നവമി ശക്തിയുടെ അനുഗ്രഹം ലഭിച്ച് പുത്രപൗത്രാദികളോടുകൂടി മംഗളകരമായി ജീവിച്ച് ലളിതാ പാദപത്മങ്ങളിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചകളിൽ ദേവി പൂജ ചെയ്ത് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവന്റെ ഈ ജന്മത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇനി ഒരു ആഗ്രഹവും ഇല്ലാതെ ജപിക്കുന്നവരുടെ എല്ലാ വാസനകളും ആഗാമി കർമ്മങ്ങളും ഇല്ലാതാക്കി ദേവി പദത്തിലേക്ക് ലയിപ്പിക്കും. ഈ നാമങ്ങള് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വെൽത്ത് രണ്ടും കൊടുക്കും. ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ആ സാധകന് കൊടുക്കും. ശ്രീവിദ്യയിലേക്ക് പ്രവേശനം ഒരു ജീവൻ അവസാനത്തെ ജന്മത്തിലായിരിക്കും ലഭിക്കുന്നത്. കാരണം അന്യദേവതകളെ അനേക ജന്മങ്ങളിൽ ആരാധിച്ച് പാപക്ഷയം വാസനാക്ഷയം ഇവ വന്നവരായിരിക്കും ലളിതാ ദേവിയുടെ ഉപാസനയ്ക്ക് അർഹരായിട്ടുള്ളവര്. ലളിതാ സഹസ്രനാമം ശ്രീവിദ്യ ദീക്ഷയില്ലാതെ പാരായണം ചെയ്താൽ മനസ്സ് നിർമ്മലമല്ലെങ്കിൽ കൊടുത്ത ആളിനെയും വായിക്കുന്ന ആളിനെയും അത് ബാധിക്കും. ഹയഗ്രീവൻ അഗസ്ത്യനോട് പറയുന്നതാണ് ഇതെല്ലാം തന്നെ. ഞാൻ ഈ ലളിതാ സഹസ്രനാമം അങ്ങേക്ക് തരുന്നത് സാക്ഷാൽ ലളിതാദേവിയുടെ പ്രേരണ കൊണ്ടാണ്. അങ്ങേക്കിത് ഭക്തിയോടെ ജപിച്ചാൽ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കപ്പെടും. ഈ സഹസ്രനാമത്തിന് തുല്യമായിട്ട് വേറൊരു സഹസ്രനാമം ഇല്ല. ദേവിയുടെ അക്ഷര രൂപമാണിത്. പഞ്ചദശി ഷോഡശി ബാക്കി എല്ലാം ദേവിയുടെ സ്വരൂപം എന്ന് പറയുന്നത് പോലെ ഈ ലളിതാ സഹസ്രനാമം ദേവിയുടെ മന്ത്രശരീരം തന്നെയാണ്. സാധാരണ മനുഷ്യർക്ക് വായിച്ചാൽ ഇത് മോക്ഷം കിട്ടും, വളരെ എളുപ്പമായിട്ട് കിട്ടും. കാരണം സാധാരണ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് എളുപ്പമായിട്ട് കിട്ടുന്ന പറയുന്നത്, അവർക്ക് മന്ത്രാർത്ഥം അറിയില്ല. കാരണം അവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നുണ്ട്. കാരണം മന്ത്രങ്ങളായിരിക്കുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി ജപിച്ച് സത്യം അസത്യം നിർണയം വന്നാലേ ഒരു സാധാരണ ജീവന് മോക്ഷം കിട്ടുകയുള്ളൂ. അപ്പൊ ഇനി വേറൊരു മാർഗം സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ ശരണാഗതി ചെയ്യുക എന്നുള്ളതാണ്. അമ്മ ആ ഒരു ബ്രഹ്മവിദ്യ എന്നുള്ള ആത്മവിദ്യ സ്വരൂപിണിയാണ്. അതിന്റെ മഹത്വമൊക്കെ ഹയഗ്രീവൻ ആ ഒരു എന്താ പറയാ മുമ്പേ തന്നെ ശ്രീപുരമായിരിക്കുന്ന കാഞ്ചി കാമാക്ഷി സന്നിധിയിൽ വെച്ച് അഗസ്ത്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ 108 ഉപനിഷത്തുകൾ ചർച്ച ചെയ്യപ്പെട്ട ഉപനിഷത്ത് ബ്രഹ്മേന്ദ്ര മഠം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഹയഗ്രീവൻ അഗസ്ത്യന് ലളിതാ സഹസ്രനാമം പഞ്ചദശാക്ഷരി ഷോഡശി മുതലായ മന്ത്രാർത്ഥങ്ങളെ എല്ലാം തന്നെ ചർച്ച ചെയ്തതും ഉപദേശിച്ചു കൊടുത്തതും. അവിടെയാണ് ശ്യാമ വാരാഹി സഹസ്രനാമങ്ങൾ ഉപദേശിക്കപ്പെട്ടത്. അത്ര ഉയർന്ന കാമകോടി പീഠത്തിലാണ് ലളിതാ ത്രിപുര സുന്ദരി ആയിരിക്കുന്ന സാക്ഷാൽ കാമാക്ഷി ദേവി പഞ്ചപ്രേത മഞ്ചത്തില് സദാശിവ മഞ്ചത്തില് ശ്രീ ചക്രബിന്ദുവില് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യന് ലളിതാ സഹസ്രനാമം ലഭിച്ചതിന് ശേഷം മാത്രമാണ് മനസ്സിന് സമാധാനമായത്. കാഞ്ചി കാമാക്ഷി പീഠത്തിന് മുമ്പിൽ ആ ഒരു ഗായത്രി മണ്ഡപത്തിൽ വശിന്യാദി വാഗ്ദേവതകള് ഒരു തൊട്ടി ദേവിയെ നോക്കി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. അവിടെ ഇരുന്ന് മനുഷ്യർ ജപിച്ചാൽ അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത് എന്ന് ഒരു ചൊല്ലുണ്ട്. വാഗ്ദേവതകള് ദേവി സ്വരൂപം തന്നെയാണ്. ദേവിയുടെ മന്ത്രരഹസ്യം, വിദ്യാരഹസ്യം, ചക്രരഹസ്യം എല്ലാം അറിഞ്ഞവരാണ് ഇവര്, ഈ വശന്യാദികള്. ആ ഒരു ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലളിതാ സഹസ്രനാമം വായിക്കാൻ സാധ്യമാകൂ. ഇതാണ് ഇതിന്റെ പൂർവഭാഗം. ഇതിന്റെ എന്താ പറയാ ആ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വായിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ രണ്ട് ഭാഗങ്ങളും ചേർന്നതാണ് നമ്മുടെ മന്ത്രോപാസന എന്ന് പറയുന്നത്.
കാരണം ലളിതാ സഹസ്രനാമം നമ്മൾ സാധാരണ വിചാരിക്കും അതിന് ഒരു ഭാഗമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. കാരണം ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനം എന്ന ഭാഗത്ത് 36ാമത് അധ്യായത്തിലാണ് ലളിതാ സഹസ്രനാമം വരുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ആഖ്യാനത്തെ കാണേണ്ടത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലായി. അതിപ്രകാരം ദേവി സിംഹാസനത്തിൽ വന്നിരുന്ന് വശിന്യാദി വാഗ്ദേവതകളോട് കണ്ണുകളാൽ ആംഗ്യം കാട്ടുന്നു. ശ്രീ ലളിതാ സഹസ്രനാമം രചിച്ച് ചൊല്ലുകയും ദേവി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സ്തോത്രം നിത്യേന ജപിക്കുന്നവർക്ക് ഭക്തിയും മുക്തിയും ഉണ്ടാകുമെന്നാണ് അനുഗ്രഹം. വശിന്യാദികൾ രചിച്ച ഈ സഹസ്രനാമം ഹയഗ്രീവ മഹർഷി അഗസ്ത്യന് ഉപദേശിക്കുന്നു. കാരണം ഇത് ലളിതോപാഖ്യാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പുരാണ സൂചനയെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം സഹസ്രനാമത്തിന്റെ ഉത്ഭവം യോഗികളുടെ അനുഭവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദേവതകൾ എന്ന് പൊതുവെ സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രകാശം നൽകുന്നവ, ജ്ഞാനം നൽകുന്നവ, ജീവജാലങ്ങൾക്ക് നന്മ വരുത്തുന്നവ, ഇങ്ങനെയാണ്. ഇത്യാദി ഗുണങ്ങളെയാണ് ശരിക്കും ദേവതകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്. ഇത് പ്രാണോർജങ്ങളാവാം, യോഗികളുടെ ആത്മാക്കളാവാം. മേൽ സൂചിപ്പിച്ച വാഗ്ദേവതകള് വശിനി, കാമേശ്വരി, അരുണ, വിമല, ജൈനി, മോദിനി, സർവേശ്വരി, കൗലിനി, ഇവര് 8 പേരാണ്. ഇവരെല്ലാം മഹായോഗിനിമാരാണ്. അപ്പൊ യോഗിനി എന്ന് പറയുന്ന പ്രത്യേകതരം പ്രാപഞ്ചിക ശക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സഹസ്രനാമത്തിന് ആ ശക്തികൾ ഉണ്ടെന്നേ ഈ കഥയ്ക്ക് അർത്ഥമുള്ളൂ. കാരണം ഈ രചന ഗുരുശിഷ്യ പരമ്പരയിലൂടെ എത്ര കാലം നിലനിന്ന ശേഷമാണ് ലിപികളിലേക്ക് വരുന്നത് പോലും നമുക്ക് ഊഹിക്കാൻ സാധ്യമല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം, ഹയഗ്രീവനിൽ നിന്ന് അഗസ്ത്യന് കിട്ടിയത് മുതൽ ഈ സഹസ്രനാമം ഗ്രന്ഥരൂപത്തിലാവുകയും വ്യാപകമായിട്ട് ജപസാധനങ്ങൾക്കും പഠനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു തുടങ്ങി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതൊരു മന്ത്രസംഹിതയാണെന്ന് പറയുന്നു. കാരണം ധ്യാന ശ്ലോകം മുതൽ മന്ത്രസംഹിത ആരംഭിക്കുകയാണ്. പൊതുവെ 4 ധ്യാന ശ്ലോകങ്ങളുണ്ട് ഇതിന്. ഈ ചില പാഠങ്ങളിൽ ശ്ലോകങ്ങൾക്ക് സംഖ്യയും വ്യത്യാസം ഉണ്ടായിട്ട് നമുക്ക് കാണാം. സങ്കല്പം, ന്യാസം ഇത്യാദി ക്രിയാനിർദ്ദേശങ്ങൾ വാസ്തവത്തിൽ മന്ത്രസംഹിതയുടെ ഭാഗമല്ല. ധ്യാന ശ്ലോകത്തിന് ശേഷം നമ്മൾ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങുന്ന മന്ത്രഭാഗം വരണം. കാരണം ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് വരെ ഉള്ളത് മന്ത്രസംഹിതയാണ്. ഈ ഭാഗത്തെ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം 100 നാമങ്ങൾ ചേർന്നാൽ ഒരു ശതകമായി. ഓരോ ശതകത്തിന്റെയും നാമങ്ങൾ ചേർന്ന ഒരു സൂചന പ്രസിദ്ധമാണ്. കാരണം ശ്രീമാത, മണിപൂരാന്തരുദിത, സൽഗതിപ്രദ, ഹ്രീംകാരി, വിവിധാകാര, ഗൂഢാന്നപ്രീത മാനസ, ധരാന്തോളിത ദീർഘാക്ഷി, സാവിത്രി, രസശേവധി, വിജ്ഞാനകലിക ച ഇതി പദാന്യേനത്യാന്യ സംശയം. കാരണം ഇത് അർത്ഥം എന്തെന്ന് പറഞ്ഞാല് ഈ ശ്രീമാത മുതൽ വിജ്ഞാനകലിക വരെയുള്ള ഈ പദങ്ങളെ നമ്മള് സൂരികൾ അതായത് ആചാര്യന്മാര് അസംശയം, അതായത് ലേശമന്യേ ആ ഒരു ശതകങ്ങളുടെ ആദ്യത്തെ നാമങ്ങളായിട്ട് ധരിച്ചിരിക്കുന്നു. അതായത് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇതില് സാവിത്രി, രസശേവതി, വിജ്ഞാനകലിക എന്നീ പദങ്ങളുടെ സ്ഥാനത്ത് ദേശകാല, പരിച്ഛിന്ന, പുഷ്ട, നാദരൂപിണി എന്നീ നാമങ്ങളാണ് വരുന്നത്. അപ്പൊ സ്തോത്രങ്ങളിലെ നാമങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളാണ്. ഉപയോഗത്തിന്റെ പേരിൽ ഇതിൽ വ്യത്യാസം വരുന്ന മാത്രമേ ഉള്ളൂ. സ്തോത്രരൂപം നമ്മൾ പറയുമ്പോൾ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ വരും. അപ്പൊ നാമാവലി എന്ന് പറഞ്ഞാൽ അത് മന്ത്രരൂപമാണ്. അപ്പൊ ഈ ഒരു ശ്രീമാത്രേ നമ, ശ്രീ മഹാരാജ്ഞിയെ നമ നിത്യേനയുള്ള ജപത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ സ്തോത്രമാണ്. അർച്ചനയ്ക്ക് മന്ത്രരൂപം, സ്തോത്രത്തിലെ പദങ്ങൾ മന്ത്രമാകുമ്പോൾ എന്താണ് നമ്മൾ വിഭക്തി പ്രത്യയം ചേർത്തിട്ട് നമ്മൾ എന്താ പറയുക, ആ എന്നുള്ളത് ആയേ, അതായത് എന്താ അങ്ങനെ വേണം നമ്മൾ ജപിക്കാൻ. അതായത് ദേവകാര്യ സമുദ്യുതായേ നമ, അല്ലെ? അങ്ങനെ വരും. ശ്രീ മഹാരാജ്ഞിയെ നമ, ജഡശക്തിയെ നമ, സാവിത്രിയെ നമ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ അതിന്റെ ഫലശ്രുതി കണ്ടു. കാരണം ഈ ഫലശ്രുതി തന്നെ നമുക്ക് വളരെയധികം എന്താ പറയാ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കാരണം ഒരു ഫലശ്രുതിയോടുകൂടി ഇത് തുടങ്ങാൻ കാരണം എന്താ? സാധാരണഗതിയില് ആ ഒരു ഉപാസന ചെയ്താൽ ഉണ്ടാകുന്ന പ്രയോജനം അതാണ് പറയുന്നത്. പ്രസിദ്ധമായിരിക്കുന്ന ചന്ദ്രശേഖരാഷ്ടകം, കാശി വിശ്വനാഥാഷ്ടകം, ആ നൃസിംഹ നഖസ്തുതി തുടങ്ങിയവയ്ക്കെല്ലാം ഫലശ്രുതിയുണ്ട്. കാരണം
കാരണം ഫലശ്രുതി ഇല്ലാതെ സാധാരണഗതിയിൽ ഒരു എന്താ പറയാ ഒരു സ്തോത്രവും കാണാറില്ല. കാരണം ഫലശ്രുതി എന്ന് പറഞ്ഞാൽ അത് അവസാനമാണ് വരുന്നത്. കാരണം ഇത് ആദ്യം വരുന്നത് തന്നെ, കാരണം ഇത് പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ 3 കൂടങ്ങളാണോ എന്ന് കണ്ടു. കാരണം ഇത് എന്താ പറയാ ലളിതാ സഹസ്രനാമത്തിന്റെ കാര്യത്തില് ആ ഫലശ്രുതി ശരിക്കും പറഞ്ഞാല് നമ്മൾ അവസാനം വായിക്കുന്നത് നല്ലതാണ്. കാരണം അപ്പൊ അതിന്റെ അവസാന ഭാഗമായിട്ട് അത് വന്നു ചേരും. പിന്നെ ഹയഗ്രീവ മഹർഷി പറയുന്നുണ്ട്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ലളിതാ പ്രീതികരവുമായിരിക്കുന്ന സഹസ്രനാമം ഞാൻ തന്നു കഴിഞ്ഞു. ഇതിന് സദൃശമായിരിക്കുന്ന വേറൊരു സ്തോത്രം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഇത് സർവ്വ രോഗങ്ങളെ ശമിപ്പിക്കുന്നതും സർവ്വവിധ സമ്പത്തുകളെ വർദ്ധിപ്പിക്കുന്നതുമാണ്. സർവ്വ അപമൃത്യു നശിപ്പിക്കുകയും സ്വാഭാവിക മരണത്തെ നിവാരണം ചെയ്യുകയും, അതായത് ജാതക പ്രകാരമുള്ള മൃത്യുവിനെ നീട്ടുന്നതും സർവ്വവിധ ജ്വരങ്ങളെ ശമിപ്പിക്കുന്നതും ദീർഘായുസ് നൽകുന്നതുമാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ നൽകുന്നതും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ നൽകുന്നതുമാണ്. മാത്രമല്ല ഇത് ദേവിക്ക് വളരെ പ്രീതികരമാണ്. അതായത് ലളിതോപാസനയിൽ തൽപരായിട്ടുള്ളവർ നിർബന്ധമായിട്ടും ഈ ഒരു രഹസ്യ സഹസ്രനാമം വായിച്ചിരിക്കണം എന്ന് വളരെ എന്താ പറയാ വ്യക്തമായിട്ട് ഹയഗ്രീവ മഹർഷി പറയുന്നുണ്ട്. കാരണം ഫലശ്രുതിയിൽ ഇത് ഒന്നും ഇതില് അതിശയോക്തി ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ സഹസ്രനാമം നിഷ്കാമ ഭാവത്തിൽ ഉപാസിക്കുന്നവർക്ക് മോക്ഷത്തിലേക്ക് നയിക്കുന്ന ബ്രഹ്മജ്ഞാനം ദേവി കൊടുത്ത് അനുഗ്രഹിക്കും. അപ്പോ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വളരെ വളരെ എന്താ പറയുക, ഈ ഭൗതിക സുഖങ്ങൾ മാത്രമല്ല ആധ്യാത്മിക ജ്ഞാനവും കൊടുക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ഇനി നമുക്ക് ലളിതാംബിക ദേവി എങ്ങനെയാണ് ഈ ഒരു ലളിതാ സഹസ്രനാമത്തിന്റെ ആ ഒരു പൂർവഭാഗം നമ്മൾ കണ്ടു, ഇതിന്റെ എങ്ങനെയാണ് ഇത് എഴുതാനുള്ള കാരണം കണ്ടു. ഇനിയും നമുക്ക് കുറച്ച് ദേവിയുടെ എന്താ പറയുക ഉപാസിക്കുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ദേവിയെ ഉപാസിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ശ്രീചക്ര ഉപാസന, മന്ത്രസാധന. മന്ത്രസാധന എന്ന് പറഞ്ഞാൽ പഞ്ചദശി, ഷോഡശി, പിന്നെ പല സ്തോത്രങ്ങളിലൂടെ ആരാധിക്കുക. അപ്പൊ ഇതില് മന്ത്രം കിട്ടാത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ സമ്പ്രദായമാണ് ഈ സഹസ്രനാമം. ദേവിയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന വാഗ്ദേവതകളാൽ നിർമ്മിച്ച് ബ്രഹ്മാണ്ട സഭയില് അമ്മയുടെ മുമ്പില് പാരായണം ചെയ്ത് അമ്മയുടെ കയ്യൊപ്പ് നേടി. ഫലശ്രുതിക്ക് പോലും മന്ത്രശക്തി ഉണ്ടാകാൻ കാരണം അതുകൊണ്ടാണ്. ദേവി പ്രത്യക്ഷമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉണ്ടായിരുന്ന വേറെ ഒരു സഹസ്രനാമവും നമ്മൾ കേട്ടിട്ടില്ല, ഇല്ലേ? അപ്പൊ എഴുതിയ ദേവതയുടെ മുമ്പിൽ വായിച്ച് ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഒരു സഹസ്രനാമാണിത്. ഇതിൽ ഓരോ നാമങ്ങൾക്കും ആ ഒരു സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം ഇങ്ങനെയുള്ള തലങ്ങളുണ്ട്. ദേവീ സഹസ്രനാമങ്ങൾ ഓരോന്നും ദേവിയുടെ തന്നെ വിവിധ നാമരൂപങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ദേവി തന്റെ മായാശക്തിയിലൂടെ എല്ലാം മറച്ചിരിക്കുന്നു, അല്ലെ? തന്റെ പതിയായ ശിവൻ ദേവിക്ക് എല്ലാ സ്വതന്ത്ര ശക്തികളും കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചകൃത്യങ്ങൾ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എല്ലാം ദേവി തന്റെ 5 ശക്തികളിലൂടെ നിർവഹിക്കണം. സഹസ്രനാമ പഠനം എന്നത് സമ്പൂർണമായിരിക്കുന്ന ദേവിയുടെ ഭാവങ്ങളെ അറിയുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉത്ഭവം നമ്മൾ എന്താ പറയാ കണ്ടു. സഹസ്രം എന്നാൽ 1000 നാമങ്ങളാണ്. ലളിതാ സഹസ്രനാമം എന്നാൽ ദേവി ലളിതാംബികയുടെ 1000 നാമങ്ങൾ തന്നെയാണ്. വ്യാസ വിരചിതമായിരിക്കുന്ന 18 പുരാണങ്ങളിലെ ഒന്നാമതായിരിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിതാ സഹസ്രനാമം ഉള്ളത്. ഇപ്പൊ മഹാനായ ഋഷി വേദവ്യാസനാണ് വേദങ്ങളെ പകുത്തത്, നമുക്കറിയാം, അല്ലെ? അതിനെ 4ആക്കിയത്. ഋക്ക്, യജുസ്, സാമം, അഥർവം. ഇപ്പൊ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനും വിചിത്രവീര്യന്റെയും ഭീഷ്മരുടെയും സഹോദരനുമാണ് ആ ഒരു വ്യാസൻ, കൃഷ്ണദ്വൈപാനൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ആ വ്യാസഭഗവാൻ. വിഷ്ണുവിന്റെ അവതാരമാണ് വ്യാസൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. സപ്ത ഋഷികൾ 7 പേരാണ്. അതിൽ ഗൗതമൻ, ഭരദ്വാജൻ, വിശ്വാമിത്രൻ, ജമദഗ്നി, വസിഷ്ഠൻ, കശ്യപൻ, അത്രി. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ആ ഒരു 183 അധ്യായമാണ് ലളിതാ സഹസ്രനാമം എന്ന 1000 നാമങ്ങള്. ഇപ്പൊ പുരാണങ്ങളെല്ലാം തന്നെ കഥാരൂപത്തിലാണ്, പക്ഷെ വേദ തത്വങ്ങളാണ് അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ധർമ്മം പ്രധാനമായിട്ടും 4 വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഇതിനെയാണ് സനാതന ധർമ്മം എന്നറിയപ്പെടുന്നത്.
വേദങ്ങൾ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ഓരോ യുഗത്തിലും മനുഷ്യന്റെ ബുദ്ധി വൈഭവം കുറഞ്ഞു വന്നു എന്ന് പറയുന്നു. ഇതിനെ ഉപനിഷത്തുകളുടെ രൂപത്തിലാക്കി. ഉപനിഷത്തുകളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് ബ്രഹ്മത്തെ, അതായത് ഈശ്വരനെ പറ്റി പറഞ്ഞു തരിക എന്നുള്ളതാണ്. വളരെ ഗഹനമായ വേദ തത്വങ്ങളെ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം ഇവയിലൂടെ മനുഷ്യരാശിയുടെ പുരോഗമനത്തിനായിട്ട് എത്തിച്ചു കൊടുത്തു. അപ്പൊ ഉപനിഷത്തുകൾ പരിചയപ്പെടുത്തിയ ഈശ്വരൻ എന്ന ബ്രഹ്മതത്വം ആ ഒരു നിഷ്കാമ നിർഗുണ തത്വമായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമുള്ള മനോവാക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ശക്തിവിശേഷമായിരുന്നു. ഉപനിഷത്തുകൾ മനുഷ്യർക്ക് ആത്മസാക്ഷാത്കാരം എന്ന സെൽഫ് റിയലൈസേഷൻ ഒരുക്കി കൊടുത്തു. ബ്രഹ്മജിജ്ഞാസയുടെ ആ ഒരു അവസാനമാണ് ആത്മജ്ഞാനം എന്ന ഉയർന്ന അവസ്ഥ ലഭിക്കുക. സെൽഫ് റിയലൈസേഷൻ, ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവനത് ആയിത്തീരുമെന്ന് എന്ന് പറയാറുണ്ട്. ഇന്ന് സെൽഫ് റിയലൈസേഷനെയാണ് നമ്മൾ ഗോഡ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഈ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമാണെങ്കിലും ഇത് എഴുതിയത് ദേവിയുടെ മാനസപുത്രിമാരായിരിക്കുന്ന പശന്യാദി വാഗ്ദേവതകളാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീച്ച് അല്ലെങ്കിൽ വോയിസ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? പ്രപഞ്ച മാതാവായിരിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ മുമ്പില് ആ ദേവിയുടെ ആവശ്യപ്രകാരമാണ് ഈ സഹസ്രനാമം രചിക്കപ്പെട്ടതും പാരായണം ചെയ്യപ്പെട്ടതും. 1000 നാമങ്ങളും ദേവി ലളിതാംബികയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. 8 വാഗ്ദേവതകള്, അതായത് വശിനി, കാമേശ്വരി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി. കാമേശ്വരി, അപ്പൊ കാമേശ്വരന്റെ പത്നിയായിരിക്കുന്ന കാമേശ്വരി അല്ലിത്. ഈ വാഗ്ദേവതകള് ശ്രീചക്രത്തിന്റെ അഷ്ടദശാരം എന്നറിയപ്പെടുന്ന സർവ്വരോഗഹര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 7ാമത്തെ ആവരണം, അതായത് ഈ ശ്രീചക്ര മധ്യത്തിലാണ് സാക്ഷാൽ മഹാ ലളിതാ ത്രിപുര സുന്ദരി പരാഭട്ടാരിക കാമേശ്വരംഗ നിലയസ്ഥയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ അമ്മ വിരാജിക്കുന്നത്. ശ്രീചക്രത്തിന് 9 ആവരണങ്ങളുണ്ട്. ഈ 9 ആവരണങ്ങളെ പൂജിക്കുന്നതിനാണ് നവാവരണ പൂജ എന്നറിയപ്പെടുന്നത്. ദേവി ലളിതാംബിക വശന്യാദികളോട് ഒരു ആർട്ട് ഓഫ് സ്പീച്ച്, അതായത് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വശന്യാദികളെ പ്രത്യേകം വിളിച്ച് തന്നെ പ്രകീർത്തിച്ച് 1000 നാമങ്ങൾ രചിക്കണമെന്നും തന്റെ സഭയിൽ അത് വായിച്ച് തന്റെ അനുഗ്രഹം വാങ്ങണമെന്നും പറയുകയാണ്. അതിൻ പ്രകാരമാണ് ദേവതകള് അതീവ രഹസ്യവും ഐശ്വര്യപൂർണമായിരിക്കുന്ന ഈ ലളിതാ സഹസ്രനാമത്തെ രചിച്ച് ദേവിയുടെ ആ ഒരു എന്താ പറയുക, റോയൽ കോർട്ട് എന്ന് പറയാം, അല്ലെ? ദേവിയുടെ ഒരു പ്രത്യേക തരയിലുള്ള ബ്രഹ്മാണ്ഡ സഭയില് അവിടെ ദേവി പ്രത്യക്ഷമായിട്ട് ഇരിക്കുമ്പോൾ അവര് ഇത് വായിച്ച് കേൾപ്പിക്കുകയാണ് ദേവിയെ. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലെയും ദേവി ദേവന്മാർ അവിടെ സന്നിഹിതരായിരുന്നു. അങ്ങനെ ഒരു മഹാസദസ് അവിടെയാണ് ആദ്യമായിട്ട് ഈ ലളിതാ സഹസ്രനാമം അവതരിക്കപ്പെട്ടത്. പണ്ട് ദേവന്മാരുടെ മാത്രമായിരുന്ന ഈ സമ്പത്ത് ഭൂമിയിലെ മനുഷ്യർക്ക് ജപിക്കുവാനും പുണ്യം അടയുവാനും സാധിച്ചത് അഗസ്ത്യമുനിയുടെയും ഹയഗ്രീവന്റെയും കരുണയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോ കണ്ടു പൂർവ്വഭാഗം, അതിനെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് നമുക്ക് പറയാം. ഈ ഭാഗത്തിന് 51 വേഴ്സസ് ആണുള്ളത്. 2ാമത് സ്തോത്ര ഭാഗം, ഇതിനെയാണ് നമ്മൾ മധ്യഭാഗം എന്ന് പറയുന്നത്. അത് പ്രധാന ഭാഗം 183 വരികളാണ് സഹസ്രനാമം എന്നറിയപ്പെടുന്നത്. ആ 183 വരികളിൽ നമ്മൾ 1000 നാമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3 ഉത്തരഭാഗം, അതിനെയാണ് കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയാം. അതിനെ നമ്മൾ ഫലശ്രുതി എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് 86 വരികളുണ്ട്. എപ്പോഴും ടോട്ടൽ വരികൾ 51, 183 പ്ലസ് 86, അതായത് 320. ആദ്യ ഭാഗം ഹയഗ്രീവ അഗസ്ത്യ സംവാദമാണ്, അല്ലെ? വിഷ്ണുവിന്റെ അവതാരമാണ് ഹയഗ്രീവൻ എന്ന് നമ്മൾ കണ്ടു. അറിവിന്റെയും ബുദ്ധിയുടെയും ദേവതയാണ് ഹയഗ്രീവൻ. മനുഷ്യന്റെ ശരീരവും കുതിരയുടെ തലയും നല്ല വെള്ള വസ്ത്രങ്ങള് വെള്ള താമരയിൽ ഇരിക്കുന്നതായിട്ട് ഭാവന ചെയ്യണം നമ്മള്. അവിദ്യ, അജ്ഞാനം എന്നിവയുടെ നാശം ശുദ്ധവിദ്യ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കാണിക്കുന്നത് ഈ ഒരു ഭഗവാന്റെ വെളുത്ത വസ്ത്രങ്ങളാണ്, വെളുത്ത നിറമാണ്. ഇങ്ങനെ ഹയഗ്രീവൻ എന്ന പേരുള്ള ഒരു ഋഷിയുണ്ട്. ചാന്തോക്യ ഉപനിഷത്ത് അദ്ദേഹമാണ് എഴുതിയത്. ഇനി ശാക്തേയ ഉപാസനയില് ഹയഗ്രീവൻ വേറൊരു പ്രധാന റോളുണ്ട്. കാരണം ഇവിടെ കശ്യപ പ്രജാപതിയുടെ മകനായിട്ട് ഒരു അസുരൻ ഹയഗ്രീവൻ എന്ന പേരിൽ ഉണ്ടാകുന്നുണ്ട്. വളരെ കഠിന തപസ്സിലൂടെ ഈ അസുരൻ ദുർഗാ പരമേശ്വരിയെ തപസ് ചെയ്ത് വരങ്ങൾ വാങ്ങി. വരം എന്ന് പറഞ്ഞാല് ഹയഗ്രീവൻ എന്ന പേരുള്ള ആളിനെ, ഈ അസുരനെ കൊല്ലാൻ സാധിക്കൂ. ഈ ലഭിച്ച എന്താ പറയാ, ഈ ലഭിച്ചത് അദ്ദേഹം ഈ ലഭിച്ച അസുരൻ എല്ലാവരെയും പീഡിപ്പിക്കാൻ തുടങ്ങി.
അപ്പൊ ദേവന്മാര് വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു ഹയഗ്രീവ അസുരനോട് യുദ്ധം ചെയ്ത് ക്ഷീണിതനായി വൈകുണ്ഠത്ത് തിരിച്ചുപോയി. അവിടെ പത്മാസനത്തിലിരുന്ന് തപസ് ചെയ്ത വിഷ്ണുവിന്റെ ശാർങ്കം എന്ന വില്ലിന്റെ ഞാണിന്മേൽ തലവെച്ചാണ് അദ്ദേഹം ഉറങ്ങിയത്. ദേവന്മാര് വീണ്ടും സഹായം ചോദിക്കാൻ വന്നു. ഉറങ്ങുന്ന ആളിനെ ഉണർത്തിയാൽ ബ്രഹ്മഹത്യ പാപം കിട്ടുമെന്നുള്ളത് കൊണ്ട് ചിതലുകളെ കൊണ്ട് ഞാൻ മുറിപ്പിച്ചു. യജ്ഞശിഷ്ടം നൽകാമെന്ന് വാക്ക് ഈ ചിതലുകൾക്ക് കൊടുത്തിരുന്നു. അതിന്മേലാണ് അവരത് കടിച്ചു മുറിച്ചത്. അപ്പൊ ചിതലുകളെ കടിച്ച് ഞാൻ അറുത്തപ്പോൾ അതിൽ തലവെച്ചുറങ്ങിയ വിഷ്ണുവിന്റെ തല തെറിച്ചുപോയി. പ്രപഞ്ചം നടുങ്ങി. പരിപാലന വ്യവസ്ഥിത തകർന്നു. ദേവന്മാർ ദുർഗാ ഭഗവതിയെ ശരണാഗതി ചെയ്തു. ദേവി സന്തോഷത്തോടെ ദേവന്മാരോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാം ഒരു കാരണം കൊണ്ടാണ്. അസുരന്റെ വരത്തെക്കുറിച്ച് പറഞ്ഞു. മാത്രമല്ല വിഷ്ണുവിന് ഒരു കുതിരയുടെ തല വെച്ച് പിടിപ്പിക്കാൻ അശ്വിനി ദേവതകളോട് ആവശ്യപ്പെടുകയും ചെയ്തു. വിഷ്ണു എന്ന ഹയഗ്രീവ അവതാരത്തിന് മാത്രമേ ഹയഗ്രീവ അസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മാവ് തല വിഷ്ണു ശരീരത്തോട് ചേർത്ത് വെച്ച് ജീവൻ വെച്ച് യുദ്ധത്തിനായി പോയി. അവിടെ ഹയഗ്രീവാസുരനെ വധിക്കുകയാണ്. വേറൊരു പുരാണം കൂടിയുണ്ട്. ഹയഗ്രീവ വിഷ്ണു ഒരിക്കൽ മധുകൈടവന്മാര്, അതായത് സൃഷ്ടി സമയത്ത് വേദങ്ങളെ മോഷ്ടിച്ചുവെന്നും അതിൽ നിന്ന് വേദങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി ഈ രൂപം സ്വീകരിച്ചുവെന്നും കഥയുണ്ട്. മധുകൈടവന്മാരുടെ ശരീരം 2x6 12 ആ ഒരു എന്താ പറയാ ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്തുവെന്നും 2 തല 4 കൈകള് 4 കാലുകള് ഇവയാണ് ഭൂമിയുടെ ആ ഒരു 12 പ്ലെയിൻസ്, അതായത് 12 നമ്മളെ പ്ലേറ്റ് ആയിട്ട് മാറി എന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലുള്ളവയെല്ലാം തന്നെ ഇവ 12 തലമായിട്ട് നമുക്ക് കാണുന്നത് അതുകൊണ്ടാണ്. ഇനി വേറൊരു കഥയില് സൃഷ്ടി സമയത്ത് മഹാവിഷ്ണു സ്വയം വേദങ്ങളുടെ രൂപത്തില് പ്രത്യക്ഷപ്പെട്ടു എന്ന കഥയുണ്ട്. ലളിതാ സഹസ്രനാമത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഫലശ്രുതി എന്ന് പറയുന്നത്. ഈ സഹസ്രനാമ പാരായണം കൊണ്ടുള്ള ഫലങ്ങളാണിത്. 183 വേഴ്സസ് എന്ന മധ്യഭാഗമാണ് ലളിതാ സഹസ്രനാമം. ഇതിൽ 1000 നാമങ്ങളുണ്ട്. ഈ ഒരൊറ്റ സഹസ്രനാമത്തിൽ മാത്രമാണ് ഒരു നാമം പോലും ആവർത്തിക്കപ്പെടാത്തതും 1000 തികയ്ക്കാൻ വേണ്ടി പല നാമങ്ങൾ ചേർക്കുകയോ ഇതിൽ ചെയ്തിട്ടില്ല. സംസ്കൃത വ്യാകരണത്തെ അടിസ്ഥാനപ്പെടുത്തി ദേവിയുടെ നാമത്തിന്റെ യഥാർത്ഥ അർത്ഥം സാധകനിൽ എത്തിക്കുക എന്നതാണ് ഉദ്ദേശം. അക്ഷരമാലയിലെ 51 അക്ഷരങ്ങളിൽ 32 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ 1000 നാമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി 19 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടേയില്ല. കാരണം അറിയില്ലാത്ത ഈ 32 അക്ഷരങ്ങള് 8 വാഗ്ദേവതകൾക്കായിട്ട് നൽകി. സംസ്കൃത ഭാഷയില് അതായത് ഈ സംസ്കൃത ഭാഷയില് ഈ 51 അക്ഷരങ്ങൾക്ക് അതിദേവതമാരുണ്ട്. ഏത് അക്ഷരം പറഞ്ഞാലും അതിന്റെ ദേവതയാണ് നാം സ്മരിക്കുന്നത്. ലളിത പരമേശ്വരിയാണ് ഇവരെ എല്ലാം ഭരിക്കുന്ന പരാപട്ടാരിക. ആരാണോ ഈ അക്ഷരങ്ങളെ പോലും ധ്യാനിക്കുന്നത് അവർക്ക് പോലും സിദ്ധികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. കാരണം അവർക്ക് ഏറ്റവും ഉയർന്ന തലത്തില് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും, മനസമാധാനം കിട്ടും എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ഇതിലെ നാമങ്ങൾ ജപിക്കുമ്പോൾ ലളിതാംബികയെ മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്, ഓരോ അക്ഷരത്തിന്റെയും ആ അധിഷ്ഠാന ദേവതകളെയും അതുവഴി മന്ത്രത്തെയുമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതിൽ നിന്നും ഈ ലളിതാ സഹസ്രനാമം എത്ര ഗഹനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മുക്തിപദം തരാൻ ഏറ്റവും ഉയർന്ന ആ ശക്തി ലളിതാദേവിക്ക് മാത്രമേ സാധിക്കൂ. ഈ ലളിതാ സഹസ്രനാമത്തില് ദേവിയെ വളരെ പ്രാവശ്യം ബ്രഹ്മശക്തി, പരാശക്തി, സൃഷ്ടികർത്തി, ബ്രഹ്മരൂപ, ഗോവിന്ദരൂപിണി, അനുഗ്രഹരൂപ, കൈവല്യപദദായിനി എന്നൊക്കെ സംബോധന ചെയ്യുന്നുണ്ട്. മറ്റ് ദേവതകൾക്ക് അപരിമേയമായിരിക്കുന്ന ശക്തിയുണ്ട്. അവരും സാധകർക്ക് പല പല അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ മോക്ഷത്തിന് മാത്രം പരാശക്തിയെ ആശ്രയിച്ചേ മതിയാവൂ. ഇത്രയും വിശദമായ ഒരു പഠനം വാഗ്ദേവതകൾ എങ്ങനെയാണ് നടത്തിയതെന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും, ഇല്ലേ? ഉദാഹരണത്തിനായിട്ട് ല പ്ലസ് ലി പ്ലസ് ത ലളിത, അല്ലെ? പ്ലസ് ബി പ്ലസ് ക ലളിതാംബിക. സംസ്കൃതത്തിലെ 5 അക്ഷരങ്ങളാണ് ദേവിയുടെ നാമത്തിലുള്ളത്. ശരിക്കും 6 അക്ഷരം വേണ്ടിടത്ത് 5 എണ്ണമേ ഉള്ളൂ. കാരണം ഓം എന്നുള്ള ആ ഒരു പ്രണവാക്ഷരം കൂടി ചേർക്കുമ്പോൾ ഇത് ശരിയാവുള്ളൂ. ലളിതാ സഹസ്രനാമം അവസാനിക്കുമ്പോൾ ഓം ജപിച്ച് വേണം അവസാനിപ്പിക്കാൻ. കാരണം ഓരോ നാമവും ദേവിയുടെ സൂക്ഷ്മ കാരണ തലത്തിലേക്ക് സാധകനെ കൊണ്ടുപോകുന്നതാണ്. എല്ലാം തത്വമസി മഹാവാക്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമമായിരിക്കുന്ന ശ്രീമാത എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അമ്മയാണ് ദേവി.
ഇതിന്റെ സൂക്ഷ്മ രൂപത്തെ അറിയണമെങ്കിൽ ഈ എന്താ പറയാ ഈ നാമത്തെ ശ്രീമാത അസ്ഥി എന്ന് പറയണം. എന്താണ് അസ്ഥി എന്ന് പറഞ്ഞാല്? അസ്ഥി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഓർ ബീയിങ്, അതായത് ഇപ്പൊ നിലവിലുള്ളത് ശ്രീമാത അസ്ഥി. കാരണം ഇനി ലളിതാംബിക എന്ന നാമം അർത്ഥം നോക്കിയാൽ എക്സിസ്റ്റിംഗ് ആസ് യൂണിവേഴ്സൽ മദർ അല്ലെ, നമ്മുടെ എല്ലാം അമ്മയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ എല്ലാ നാമത്തിലും ഇതുപോലെ സൂക്ഷ്മാർത്ഥങ്ങളുണ്ട്. ഇതിൽ ഒരു നാമം പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ ആ ഒരു അതായത് പുനരുക്തി ദോഷം എന്നത് ഈ സഹസ്രനാമത്തിനില്ല എന്നർത്ഥം. അപ്പോ നമ്മൾ ജപിക്കുമ്പോ ആ ഒരു ശ്രീമാത അസ്ഥി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ നമ്മുടെ ഉള്ളില്, നമ്മുടെ ചിന്താമണി ഗൃഹത്തില്, നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് ദേവി നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമെന്ന് പറയണു. ഇല്ലേ, നമുക്കത് അങ്ങനെ വിശ്വസിക്കാം. കാരണം ശ്രീമാത അസ്ഥി ഇപ്പോ ഇവിടെ എന്റെ പ്രാണനായിട്ട്, എന്റെ ജീവനായിട്ട് ഈ അമ്മ എന്റെ കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ ആ നിത്യ സഹചാരിണിയായിട്ട്, നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ട് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി നമ്മുടെ കൂടെ ഉണ്ട്. അതെന്താ? നമ്മുടെ ആത്മാഭിന്നയായിട്ട്, നമ്മുടെ ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അമ്മ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് ജപിക്കുമ്പോൾ ശ്രീമാത അസ്ഥി എന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടിരിക്കുന്ന അമ്മയുടെ ആ ഒരു സാമീപ്യത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ലളിതാ സഹസ്രനാമത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ദേവിയുടെ ആ അനുപമമായിരിക്കുന്ന ബ്രഹ്മാണ്ട സഭ എന്ന് പറയുന്ന റോയൽ കോർട്ട്, അതിനെയാണ് നമ്മൾ ചിത് സഭ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ദേവീ ദേവന്മാരും അവരുടെ സ്ഥാനങ്ങളിൽ സന്നിഹിതരായിരുന്നു. സപ്ത ഋഷികള്, മറ്റ് ഋഷിമാര്, 18 സിദ്ധന്മാര്, മറ്റ് മഹത്തുക്കൾ എല്ലാവരും അല്ലെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് അവിടെ സന്നിഹിതരായിരിക്കുന്നത്. ആ ഒരു സഭയുടെ ഉയർന്ന തലത്തില് ഒരു സ്വർണ സിംഹാസനം കാണാം നമുക്ക്. ധാരാളം അമൂല്യ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. എല്ലാവരും നിശബ്ദരായിട്ട് ആ മനസ്സിൽ എന്തോ ഒരു ആകാംക്ഷയോടുകൂടി തങ്ങളുടെ എല്ലാമായിരിക്കുന്ന ആ ജഗദംബികയെ കാണാൻ, ഒരു നോക്ക് കാണാൻ എന്നൊക്കെ പറയും. കാരണം അമ്മയെ കാണാൻ എല്ലാവർക്കും എളുപ്പമല്ല ഇല്ലേ. ബ്രഹ്മാദി വിഷ്ണുക്കൾക്ക് പോലും വല്ലപ്പോഴും മാത്രമേ അമ്മയുടെ ദർശനം ലഭിക്കാറുള്ളൂ. അപ്പൊ ദേവിയെ കാണാനായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അമൂല്യമായിരിക്കുന്ന അവസരത്തെ അനുഗ്രഹമാക്കി ത്രിമൂർത്തികൾ പോലും സുലഭമല്ലാത്ത ആ ദർശനത്തെ മനോമുകുരത്തിൽ കണ്ട് ഏതോ ഒരു സ്വപ്ന ലോകത്തിലെ പോലെ ഒരു പ്രത്യേക അനുഭൂതിയില്, അതായത് ട്രാങ്കുലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അലൗകികമായിരിക്കുന്ന ഒരു സൗരഭ്യം അവിടെയെല്ലാം പരക്കുന്നു. ആ ഒരു റോയൽ കോർട്ടില് ആരോ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ആ ഒരു സുഗന്ധം അവിടെയെല്ലാം പരന്നു. അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം, എന്താ പറയാ, ആ ഒരു റോയൽ കോർട്ടിൽ പ്രവേശിക്കുന്ന ആരാണ് അല്ലെ, ഉയർന്ന ഒരു തലത്തിൽ ആരോ അതിനകത്ത് ആ സഭയിലേക്ക് പ്രവേശിക്കണം. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയാ, മനസ്സിനെ ആകർഷിക്കുന്ന വശ്യമായ ഒരു സുഗന്ധം അവിടെയൊക്കെ പരക്കുകയാണ്. അപ്പോ ആ ഒരു തുടിക്കുന്ന മനസ്സോടുകൂടി ആ അലൗകിക സൗന്ദര്യത്തെ കണ്ണുകള് കൊണ്ട് ഒപ്പിയെടുക്കാൻ, ആ അനുഗ്രഹത്തിനായി മനസ്സുകൊണ്ട് സ്മരിക്കാൻ എല്ലാവരും ജാഗരൂപരായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചതുപോലെ അവിടെ ആകെ ഒരു ചുവന്ന പ്രകാശം നിറഞ്ഞു. തന്റെ 2 തോഴിമാരുടെ അകമ്പടിയോടുകൂടി സാക്ഷാൽ ലക്ഷ്മി സരസ്വതി സേവിതയായിട്ട് ലളിതാ പരമേശ്വരി സഭയിലേക്ക് ആ ഒരു തന്റെ സ്വർണ കൊലുസുകൾ അണിഞ്ഞ രത്നകിങ്കിണീകാരമ്യ നാദാമഭൂഷിത. അപ്പൊ ദേവിയെ ഈ ഒരു രീതിയിൽ നമ്മൾ ദേവിയുടെ കാലുകൾ കാണണം. കാരണം അമ്മയുടെ രത്നങ്ങളുടെ ശോഭ പോലും നിഷ്പ്രഭമാക്കുന്ന ആ കാലടികള് സഭയിലേക്ക് എടുത്തു വെച്ച് മന്ദം മന്ദം മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി നടന്നു വരികയാണ് അമ്മ. ആ ഒരു ചിത്രം നമ്മുടെ മനോമുകുരത്തിൽ പതിഞ്ഞാൽ തന്നെ അമ്മ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോവില്ല അല്ലേ. തങ്ങളുടെ ആ ഒരു എന്താ പറയാ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ദേവിയെ കൈകൂപ്പി തൊഴുതു നിൽക്കുകയാണ്. ഒരു അലൗകികമായിട്ടുള്ള സൗന്ദര്യം, അലൗകികമായിരിക്കുന്ന പശ്ചാത്തലം, അലൗകികം എന്ന് പറഞ്ഞാൽ ലൗകികം, മെറ്റീരിയലിൽ നിന്ന് ടോട്ടലി ഈ ഭൂമിയിൽ അല്ലാത്ത ഒരു തലത്തിലേക്ക് അവിടെ ഇരുന്നവരെല്ലാം അതിലേക്ക് കടന്നുപോയി എന്നർത്ഥം. അമ്മയെ അറിയാതെ 2 കൈയും കൂപ്പി ഒരു പ്രത്യേക തലത്തില് അമ്മയെ തൊഴുതു നിൽക്കുകയാണ്. ആ സിന്ദൂരാരുണ വിഗ്രഹത്തെ പോലെ ആ ഒരു എന്താ പറയാ തന്റെ ആ ഒരു പതിയായിരിക്കുന്ന കാമേശ്വരന്റെ ബദ്ധമാംഗല്യ സൂത്രത്തെ, അതായത് മംഗല്യ താലി ധരിച്ച് ചുവന്ന പട്ടുടുത്ത് സർവ്വ അലങ്കാരത്തോടുകൂടി മന്ദഹാസത്തോടുകൂടി തന്റെ കരുണാപൂർണമായിരിക്കുന്ന
താമരപ്പൂവിനെ വെല്ലുന്ന നേത്രങ്ങൾ കൊണ്ട് രണ്ട് ഭാഗത്തിരിക്കുന്നവരെയും കരുണയോടെ അമ്മ വീക്ഷിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ലഭിച്ച ഒരു ശീതള ചന്ദ്രന്റെ അമൃത കിരണങ്ങൾ പോലെ അതെല്ലാവരുടെയും മനസ്സിനെ കുളിർപ്പിച്ചു. സഭയിലെ 8 ദിക്കുകളിൽ ആസനസ്ഥരായിരിക്കുന്ന തന്റെ മാനസപുത്രിമാരായിരിക്കുന്ന ദേവികളോടായി ദേവി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ വാഗ്ദേവികളെ, നിങ്ങൾക്കുള്ള വാക്ശക്തി എന്റെ അനുഗ്രഹമാണ്. നിങ്ങളാണ് എന്റെ ഉപാസകർക്ക് വാക്ശക്തി കൊടുക്കേണ്ടവർ. നിങ്ങൾക്ക് മാത്രമാണ് എന്റെ ശ്രീചക്ര രഥത്തിലെ രഹസ്യങ്ങൾ അറിയുന്നത്. നിങ്ങൾ സദാ ഭക്തിയോടുകൂടി എന്റെ നാമങ്ങൾ ജപിക്കുന്നു. ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് 1000 നാമങ്ങൾ രചിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്റെ ഭക്തർ എന്നെ ഈ നാമങ്ങൾ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ എനിക്ക് അതിയായ ആഹ്ലാദമാണ്. എന്റെ ഒരു മുദ്ര, അടയാളം എല്ലാ നാമത്തിലും ഉണ്ടാകണം. ദേവി പരാശക്തി 3 പ്രധാന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് 1000 നാമങ്ങൾ ഉണ്ടായിരിക്കണം. 2, എല്ലാറ്റിലും എൻ്റെ ഒരു പ്രത്യേക കയ്യൊപ്പുണ്ടായിരിക്കണം. 3, തന്റെ ഭക്തന്മാർ ഇത് വായിക്കുമ്പോൾ തനിക്ക് വളരെയധികം സന്തോഷം തോന്നണം. ഈ നിർദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചിട്ടാണ് വാഗ്ദേവതകള് ഈ സഹസ്രനാമങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി അത് ഭഗവതിയുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാൻ അവര് തയ്യാറായി ആ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. ദേവി മഹാരാജ്ഞിയെ പോലെ സിംഹാസനത്തിലിരുന്നു. ദേവി ലക്ഷ്മി സരസ്വതിമാരെ 2 ഭാഗവും നിന്ന് ചാമരം വീശി ലളിതാ പരമേശ്വരി തന്റെ കടക്കണ്ണുകൊണ്ട് വാഗ്ദേവതകളെ ആരംഭിക്കാനുള്ള അനുമതി നൽകുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ലളിതാംബികയുടെ ജഗൻ മാതാവിന്റെ സാന്നിധ്യത്തില് ലളിതാ സഹസ്രനാമം ചൊല്ലി ആ ഒരു പ്രപഞ്ചത്തിനും എല്ലാ ജീവജാലങ്ങൾക്കും ദേവന്മാർക്കും ആ മഹാഭാഗ്യം എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമ ശ്രവണം അമ്മ സാധ്യമാക്കി. ദേവി വളരെ സന്തോഷവതിയായിട്ട് തലയാട്ടി ചിരിച്ച് വാഗ്ദേവതകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നന്നായി, നന്നായി, മാത്രമല്ല ശ്രേഷ്ഠമെന്നൊക്കെയാണ് ദേവി പറയുന്നത് കേട്ട് എല്ലാവരും ബാഷ്പപൂരിത നേത്രങ്ങളോടുകൂടി അഞ്ജലിബദ്ധരായിരുന്ന് മനസ്സുകൊണ്ട് ആ മഹാഭട്ടാരികയുടെ പാദപത്മങ്ങളെ നമസ്കരിച്ചു. അപ്പോ ശ്രീചക്രം എന്ന് പറയുന്ന സാക്ഷാൽ ദേവിയുടെ ഇരിപ്പിടമായിരിക്കുന്ന ശ്രീചക്രം ദേവിയുടെ ശരീരമാണ്, ദേവിയുടെ പ്രപഞ്ചമാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ആ ഒരു ശ്രീചക്രത്തിൽ ദേവിയുടെ വാസസ്ഥാനം ഒന്നേ ഉള്ളൂ, അത് ശ്രീചക്രമാണ്. ശ്രീചക്രം ഈസ് എ എബോർഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ശ്രീചക്ര ബിന്ദു മധ്യസ്ഥ ദക്ഷിണ ഉത്തയോർ സദാ ശ്യാമ വാരാഹി സംസേവ്യാം ധ്യായേത് ലളിതാംബിക. അപ്പൊ ദേവിയെ കുറിച്ച് ഇങ്ങനെയുള്ള വളരെ വളരെ മനോഹരമായിരിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. കാരണം വാരാഹി ശ്യാമമാരാൽ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദേവി ശ്രീചക്ര ബിന്ദു മധ്യത്തില് ആ ഒരു കാമേശ്വര അംഗത്തിലിരിക്കുന്നതായിട്ട് ആര് സങ്കല്പിക്കുന്നു, അവർക്ക് അനേക ജന്മത്തിലെ പാപങ്ങൾ ഇല്ലാതായി അവർക്ക് പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്നു. ശ്രീവിദ്യാം ശിവവാമ ഭാഗനിലയാം പ്രേംകാര മന്ത്രോജ്വലാം ശ്രീചക്രാങ്കിത ബിന്ദു മധ്യവസതിയും ശ്രീമത് സഭാനായികാം ശ്രീമത് ഷൺമുഖ വിഘ്നരാജ ജനനീം ശ്രീമത് ജഗന്മോഹിനി മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധി. ഇതേ ലളിതാ ത്രിപുര സുന്ദരി തന്നെ കാമാക്ഷിയായിട്ട് അല്ലെ, മീനാക്ഷിയായിട്ട് എല്ലാം ഇരിക്കുന്നത് ഈ അമ്മ തന്നെയാണ്. അപ്പോ ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാല് 4 ശിവത്രികോണങ്ങൾക്ക് മുകളില് 5 ശക്തി ത്രികോണങ്ങൾക്ക് താഴെയിട്ട് നോക്കിയിരിക്കുന്നവ. ഇവ തമ്മില് സംയോജിക്കുമ്പോൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ 44 ത്രികോണങ്ങൾ ബിന്ദു ഉൾപ്പെടെ. അപ്പം ആ 9 ത്രികോണങ്ങൾക്ക് പകരം 8 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം അവശേഷിക്കുന്നത് നിശ്ചലമായിട്ട് സ്റ്റാറ്റിക് ആയിരിക്കും. ഈ ഡൈനാമിക് ഫോം കാണാൻ പറ്റില്ല എന്നർത്ഥം. നിശ്ചലത എന്നത് ശിവതത്വവും ഡൈനാമിസം എന്ന് പറയുന്നത്, അതായത് ചലനാത്മകത എന്ന് പറയുന്നത് ദേവിയുമാണ്. അതുകൊണ്ട് ശ്രീചക്രം ചലനാത്മകതയെ കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലളിതാംബികയുടെ ഗൃഹമാണ് ശ്രീചക്രം എന്ന് നമുക്ക് പറയാം. ഈ ശ്രീചക്രത്തെ നമുക്ക് കോസ്മിക് ചക്രം എന്ന് പറയും, വിയത് ചക്രം എന്നൊക്കെ പറയാറുണ്ട്. ഈ ശ്രീചക്രത്തിന്റെയും മനുഷ്യ ശരീരമാകുന്ന കുണ്ടലിനി ചക്രത്തിന്റെയും താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ 6 ചക്രങ്ങൾ പ്ലസ് സഹസ്രാരം, കുലസഹസ്രാരം, അകുലസഹസ്രം, അങ്ങനെ 9 ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ശരീരത്തെ തന്നെ നമ്മൾ ശ്രീചക്രമായിട്ട് കാണണം. കാരണം ഈ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ ലളിതാദേവി പുറത്തല്ല, അമ്മ നമ്മുടെ ശരീരമാകുന്ന ശ്രീചക്രത്തില്, നമ്മുടെ ചിന്താമണി ഗൃഹത്തില്, നമ്മുടെ ശ്രീപുരമാകുന്ന ശുദ്ധമായിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ആ ഒരു തലത്തില് ജീവന്റെ രൂപത്തില് അല്ലെ, പഞ്ചബ്രഹ്മങ്ങളുടെ നമ്മുടെ ശരീരം നമുക്കറിയാം. ഈ ഒരു യോഗ ശരീരം, ഇനി നമുക്ക് ഓരോ നാമങ്ങൾ കാണുമ്പോഴും നമ്മൾ ദേവിയെ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ കണ്ട് ആരാധിക്കാൻ പഠിക്കണം. കാരണം ഇതില്
ആ ഒരു നേവൽ എന്ന് പറയുന്ന മണിപൂരക ചക്രത്തിന്റെ മുകളിലുള്ളവ, അതായത് ഊർധ്വ ചക്രങ്ങളെല്ലാം തന്നെ, അതിന് താഴെയുള്ളവയെ ലോവർ ചക്ര എന്നാണ് പറയുന്നത്. ആ മുകളിലുള്ള ചക്രങ്ങളിലെല്ലാം തന്നെ ദേവിയുടെ ഉയർന്ന തലങ്ങളാണ് നമ്മൾ സങ്കല്പിക്കേണ്ടതായിട്ടിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ശക്തി ത്രികോണങ്ങൾ 5 ഈ ശരീരത്തിലെ 5 കാര്യങ്ങളെ കാണിക്കുന്നു. അതെന്തൊക്കെയാണ്? ആ ഒരു നമ്മുടെ സ്കിൻ, ബ്ലഡ്, ബ്രെയിൻ, മസിൽസ് ആൻഡ് ബോൺസ് എന്ന് പറയാറുണ്ട്. കാരണം അത് നമ്മുടെ രക്തം, തൊലി, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ്, നമ്മുടെ മസിൽസ്, എല്ലുകള്. ഇനി 4 ശിവത്രികോണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സോൾ, പ്രാണ, തേജസ്, ഫോംസ് എന്ന് പറയാറുണ്ട്. അതായത് സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, പ്രാണൻ, നമ്മുടെ തേജസ്, പിന്നെ ആ ഒരു സ്പോംസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ശക്തി ത്രികോണങ്ങള് ശിവത്രികോണങ്ങളുമായിട്ട് ചേരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഈ ശരീരം പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ശക്തി ത്രികോണങ്ങൾ ഗ്രോസ് മാറ്റേഴ്സ്, അതായത് സ്ഥൂലമായിട്ടിരിക്കുന്നതിനെയും ശിവത്രികോണങ്ങൾ സട്ടിലായിട്ടിരിക്കുന്ന സൂക്ഷ്മ തത്വങ്ങളെയുമാണ് കാണിക്കുന്നത്. ഒരു ജീവൻ പൂർണ്ണമാകണമെങ്കിൽ ഈ സ്ഥൂല സൂക്ഷ്മങ്ങൾ ഒരുമിക്കണം, അല്ലെ? അഥവാ ഗ്രോസ് ആൻഡ് സട്ടിൽ ഒന്നു ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പൂർണ്ണമായിരിക്കുന്ന സ്ഥൂല ശരീരം പൂർണ്ണമാവുള്ളൂ. രണ്ടിന്റെയും ചേർച്ചയാണ് ഒരു പൂർണ്ണ വസ്തു. ഇനി ശക്തി ത്രികോണങ്ങൾ 5 പഞ്ചഭൂതങ്ങളായിട്ടും ആകാശം, വായു, അഗ്നി, ജല, പൃഥ്വി തത്വങ്ങളെയും കാണിക്കുന്നുണ്ട്. ഇവ വീണ്ടും ആ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങള്, വാക്, പാണി, പാദ, ഉപസ്ഥം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് കണ്ണ്, മൂക്ക്, ത്വക്ക് തുടങ്ങിയവയും തന്മാത്ര രൂപത്തിലെ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളുമായിട്ട് ഇരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം ഈ ലളിതാ ത്രിപുര സുന്ദരിയെ നമ്മൾ വെളിയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഉയർന്ന തലമാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ അമ്മയെ കാണുന്നത്. എന്നാൽ സൂക്ഷ്മങ്ങളായിട്ട് 4 ശിവത്രികോണങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണണം. കാരണം അത് അന്ധകരണങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. കാരണം ബിന്ദു എന്ന് പറയുന്ന ആ ഡോട്ട് ഏറ്റവും അകത്തെ മധ്യ ത്രികോണത്തില് താഴോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ ത്രികോണത്തിനുള്ളിൽ ഇരിക്കുന്ന ഈ ബിന്ദുവാണ്. കാരണം ശരിക്കും ഇത് കോസ് ഓഫ് ഓൾ ക്രിയേഷൻസ്, ഇല്ലെങ്കിൽ കോസ് ഓഫ് ഓൾ യൂണിവേഴ്സ് എന്നറിയപ്പെടുന്ന ശിവശക്തിയാത്മകമായിരിക്കുന്ന ഒരു പ്രഭവ സ്ഥാനമാണ് ഈ ബിന്ദു. ഇതിനെ ഒരു ചെറിയ ബീജം അടങ്ങിയ ഒരു വിത്തായിട്ട് നമ്മൾ കാണണം. അതിൽ നിന്നാണ് ഈ ഭീമാകാരമായിരിക്കുന്ന വൃക്ഷം പുറത്തു വരുന്നത്. അതുപോലെ ഈ ബിന്ദുവിൽ കാണപ്പെടുന്ന സൃഷ്ടികളും പ്രപഞ്ചവും എല്ലാം ഇതിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഈ ബിന്ദുവിന് ചുറ്റുമുള്ള സ്ഥലത്തെയാണ് നമ്മൾ കോസ് ഓഫ് ബ്ലിസ് അല്ലെങ്കിൽ ആനന്ദമയ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീചക്രത്തെ സർവ്വ ആനന്ദമയ ചക്രം എന്ന് വിളിക്കാൻ കാരണം. ദേവി പരാശക്തി തന്റെ പതിയായിരിക്കുന്ന പരമശിവനോടുകൂടി ആനന്ദ സ്വരൂപത്തിലിരിക്കുന്ന സ്ഥലം. സർവാനന്ദമയ്യേ നമ. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാല് ഈ ശിവശക്തികളുടെ സാമരസ്യം തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിലെ 999 നാമം, അതായത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു സ്ഥലത്ത് ആണ് നമ്മള് ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. ദിസ് പ്ലേസ് ഹാസ് ടു ബി മെഡിറ്റേറ്റഡ് സഹസ്രാര ഇൻ ദ ഫോം ഓഫ് ബിന്ദു. നമ്മുടെ സഹസ്രാര പത്മത്തിൽ ബിന്ദുവായിട്ട് കണ്ട് ശിവശക്തി ഐക്യവും 901 നമ്മൾ ശ്രീമാതയിൽ തുടങ്ങി നമ്മൾ അവസാനിക്കുന്നത് എന്താ? ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക, അല്ലെ? അതിനെ നമ്മൾ സഹസ്രാരത്തില് ബിന്ദുവില് കാണണം. ശിവശക്തിമാരെ മാത്രമല്ല ഇവിടെ ധ്യാനിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ഇഷ്ടദേവത, ഗുരുവിനെ എല്ലാം ഇവിടെ ധ്യാനിക്കണം, അല്ലെ? ഒരു ലളിതാ ഉപാസകന്റെ അല്ലെങ്കിൽ ഉപാസകയുടെ ധ്യാനമൂർത്തി ലളിതാദേവി തന്നെയാണ്. അപ്പൊ അവിടെ ഗുരുവിനെയും ഇവിടെ ധ്യാനിക്കാം നമുക്ക്. കാരണം ഗുരുവാണ് നമുക്ക് അമ്മയെ കാണിച്ചു തരുന്നത്, അല്ലെ? അപ്പൊ ശ്രീചക്രത്തെ ധ്യാനിക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നവാവരണ പൂജ എന്ന് പറയുന്നത്. നവം എന്ന് പറഞ്ഞാൽ 9 ആവരണങ്ങൾ, എന്നാൽ 9 ചക്രങ്ങൾ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ധാരാളം ദേവതമാരെ ഉപാസിച്ചിട്ടാണ് ശ്രീചക്രത്തിൽ നമ്മൾ ബിന്ദുസ്ഥാനത്ത് എത്തുന്നത്. ഈ ശ്രീചക്രത്തിന്റെ ആദ്യത്തെ ആവരണത്തിൽ 28 ശക്തി ദേവതകളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് ദേവിയുടെ പഞ്ചദശാക്ഷരി വാഗ്ഭവകൂടം, മധ്യകൂടം ഒക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശ്രീവിദ്യ ഉപാസനയെ കുറിച്ചും ആ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിനെ കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. കാരണം ഇത് സാധാരണ ആളുകളൊന്ന് മനസ്സിലാക്കി ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രീവിദ്യ എന്ന് പറയുന്ന, കാരണം ശ്രീവിദ്യ, ശ്രീചക്രം, ലളിതാ ത്രിപുരസുന്ദരി മൂന്നും സെപ്പറേറ്റ് അല്ല. അതിനെയാണ് നമ്മൾ ആ ത്രിപുടി മൂന്നും വ്യത്യസ്തമാണെന്നുള്ള ആ ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ശ്രീവിദ്യ മന്ത്രദീക്ഷ എന്ന് പറയുന്ന, സാധാരണ പണ്ട് കാലത്ത് ശ്രീവിദ്യ മന്ത്രദീക്ഷ കിട്ടിയ ഒരാൾക്ക് മാത്രമേ ലളിതാ സഹസ്രനാമ പാരായണം പറഞ്ഞിട്ടുള്ളായിരുന്നു. കാരണം ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ലളിതാ ത്രിപുര സുന്ദരി,
ഈ 3 കൂടങ്ങൾക്ക് അധിപയായിട്ടിരിക്കുന്ന പഞ്ചദശി മന്ത്രത്തിന്റെ ശ്രീചക്രത്തിന്റെ ഉടമയായിരിക്കുന്ന ദേവി തന്നെയാണ്. അപ്പൊ ദേവിയെ കുറിച്ചുള്ളതാണ് ഈ 1000 നാമങ്ങൾ. അപ്പൊ ദീക്ഷയില്ലാത്ത ഒരാളിന് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലളിതാ സഹസ്രനാമം ചൊല്ലാനുള്ള യോഗ്യത എന്ത്? മന്ത്രാധികാരി ആരെന്ന് ചോദിച്ചാല് അതിന്റെ ഉള്ള വിധി എന്താന്ന് ചോദിച്ചാൽ അതും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ശ്രീവിദ്യ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ പാരായണത്തിന് ആരാണ് അർഹതയുള്ളവര്? ലളിതാ സഹസ്രനാമം പണ്ട് വായിച്ചിരുന്നത് ചില ശാക്തേയ ഉപാസകര്, ചില ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രിമാര്, ഇവരൊക്കെ മാത്രമാണ്. അവർക്ക് മാത്രമേ ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. അല്ലാതെ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് എല്ലാവരും വായിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചത്, അതിനെ ജനകീയമാക്കി തീർത്തത്. അപ്പൊ എന്തൊക്കെയാണ് ജനകീയമാക്കാൻ പറ്റുന്നത്, പാടില്ലാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വളരെ ഗോപ്യമായിട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും ജനകീയമാക്കാൻ പാടില്ല. അത് എന്താണ് ഗോപ്യത? ഈ സഹസ്രനാമത്തിന്റെ ഋഷി, ഛന്ദസ്, ദേവത, ന്യാസം തുടങ്ങിയ എല്ലാം തന്നെ അത് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഗോപ്യത എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമസ്യ വശിന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ടുപ് ഛന്ദഃ ലളിതാ ത്രിപുര സുന്ദരി ദേവത എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ രഹസ്യ സഹസ്രനാമം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളിലും വിഷ്ണു സഹസ്രനാമമാണ് പണ്ട് ജപിച്ചിരുന്നത്. അപ്പൊ എന്താണ് ആ ഒരു രഹസ്യം എന്ന് നമ്മൾ ചിന്തിക്കണം. പരമമായിരിക്കുന്ന രഹസ്യം ഈ സഹസ്രനാമത്തിന്റെ ഋഷി വശിന്യാദി വാഗ്ദേവതകളാണ്. വിഷ്ണു സഹസ്രനാമം വേദവ്യാസ ഋഷിയാണ്. ശിവസഹസ്രനാമത്തിൻ്റെത് വാമകേശ്വര ഋഷിയാണ്. ഇവരൊക്കെ മനുഷ്യരാണ്, അല്ലെ? ലളിതാ സഹസ്രനാമത്തിന്റെ ഋഷി മനുഷ്യനല്ല, ദേവതകളാണ്. അപ്പൊ വാഗ്ദേവതകൾ 8 പേര്. ഇവര് നമ്മുടെ സുഷുമ്ന നാഡിയിലെ 8 സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. വേദവ്യാസനും ആ ഒരു വ്യോമകേശ്വരനും ഒക്കെ മനുഷ്യരാണ്. അവര് രചിച്ച സഹസ്രനാമങ്ങളാണ് മറ്റതെല്ലാം. ഈ വശിനി തുടങ്ങിയവര് ദേവതാ സ്വരൂപമാണ്, പ്രകാശ സ്വരൂപങ്ങളാണ്, അല്ലെ? ഇത് ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ സർവ്വ രോഗഹര ചക്രത്തിൽ ഇരിക്കുന്ന 8 ദേവതകളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. കാരണം അപ്പോൾ ലളിതാ സഹസ്രനാമം വേദങ്ങളെ പോലെ ആ ഒരു അപൗരുഷേയങ്ങളാണ് എന്നർത്ഥം. വേദം ആരും എഴുതിയതല്ല, അല്ലെ? അതിന് സ്ഥാപകനോ പ്രവാചകനോ ആരുമില്ല. ഒരു പ്രത്യേക ഋഷിയുടേതുമല്ല. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മം ഇന്നും ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പൊ വേദദ്രഷ്ടാക്കളെയാണ് നമ്മൾ ഋഷിമാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണത് അപൗരുഷേയം എന്ന് പറയുന്നത്. ആ പരബ്രഹ്മമാകുന്ന മഹത്തത്വത്തിന്റെ നിശ്വാസമാണ് ഋഗ്വേദം എന്ന് പറയുന്നു. യജുർവേദം, സാമവേദം, അഥർവവേദം എല്ലാം തന്നെ ആ ഒരു ബ്രഹ്മത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ദിവ്യ ശരീരങ്ങളായിരിക്കുന്ന വശിന്യാദികളാൽ എഴുതപ്പെട്ടതാണ്. അത് വായിക്കാനുള്ള യോഗ്യത എന്ത്, അതിന്റെ ദേവത ആര് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് ഒരു ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രവും എല്ലാവരും കൈകാര്യം ചെയ്യാറില്ല, അല്ലെ? ഒരു ടെലിവിഷൻ, അതിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ നമ്മൾ കൈകാര്യം ചെയ്യും, എന്നാൽ സോഫ്റ്റ്വെയർ അത് പഠിച്ച, അതായത് ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. സാധാരണക്കാരന് അത് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഇടണം ഒന്നും അറിയില്ല. അതുപോലെ ലളിതാ സഹസ്രനാമം ഒരു മന്ത്രശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മന്ത്രശാസ്ത്രം സാധാരണ ജനങ്ങൾക്ക് വളരെ ബാഹ്യമായി നിന്നേ അറിയാൻ സാധിക്കൂ. അതിന്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക ദീക്ഷയെടുത്ത് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. കാരണം ഈ സഹസ്രനാമത്തിന്റെ മന്ത്രദേവത എന്ന് പറയുന്നത് സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്ന ശ്രീചക്രത്തിന്റെ അധിഷ്ഠാത്രിയാണ്. അത് ശ്രീവിദ്യ മന്ത്രസ്വരൂപമാണ്. എല്ലാവർക്കും അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല. അതിന്റെ രഹസ്യ തത്വങ്ങളെല്ലാം തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ ആണ്. സാധാരണക്കാർക്ക് ഹാർഡ്വെയർ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ, അല്ലെ? ഈ രീതിയിൽ തന്നെ ലളിതാ സഹസ്രനാമത്തെ നമ്മൾ കാണണം. ദേവിയുടെ 1000 നാമങ്ങൾ 1000 മന്ത്രങ്ങളാണെന്ന് നമ്മൾ കണ്ടു. ശ്രീമാത എന്ന നാമം വേണമെങ്കിൽ നമുക്ക് ശ്രീമാത്രേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാം തന്നെ വരരുചിയുടെ ആ ഒരു കടപയാതി സംഖ്യ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സംഖ്യ നമ്മൾ ഇനി ഗുണിച്ചറിയേണ്ടതാണ്. അക്ഷരസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അപ്പോ എന്നാലേ അത് മന്ത്രമാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു മന്ത്രത്തിന് അത് ജപിക്കുമ്പോൾ സാധക ശരീരത്തിനും തമ്മിൽ പൊരുത്തം ഉണ്ടായിരിക്കണം. എപ്രകാരമാണോ ജ്യോതിഷ ശാസ്ത്രത്തില് ആ ഒരു ദമ്പതിമാരുടെ പൊരുത്തം നോക്കുന്നത്, അതുപോലെ മന്ത്രദേവതയും സാധകനും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പഞ്ചദശി
ഇല്ലെങ്കിൽ പഞ്ചദശാക്ഷരി മന്ത്രമൊക്കെ ലഭിച്ചു കഴിഞ്ഞാലും അവർക്ക് മന്ത്രപരമ്പര വിട്ട് മന്ത്രദേവത അവരുടെ ശരീരത്തിൽ വിട്ടുപോകും. ഉറപ്പാണ്. ആ പൊരുത്തം അറിയണമെങ്കിൽ മന്ത്രാക്ഷരങ്ങളെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ഇത് പാടില്ല, ഇത് ജനകീയമല്ല എന്നൊക്കെ പറയാൻ കാരണം. ശ്രീവിദ്യാമന്ത്രം എങ്ങനെയാണോ രഹസ്യവും ഗോപ്യമായിട്ടിരിക്കുന്നത്, അതുപോലെ അതിന്റെ ഉപാംഗമായിരിക്കുന്ന ലളിതാ സഹസ്രനാമവും വളരെ രഹസ്യം തന്നെയാണ്. കാരണം ഒരു കാലത്തും മന്ത്രം പരസ്യവേദിയിൽ നമ്മൾ പറയാറില്ല, രഹസ്യമാക്കി വെക്കേണ്ടതാണ്. നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ പറയാം, സൂക്ഷ്മാർത്ഥങ്ങൾ വരെ പറയാം. പക്ഷെ പരാ പര എന്ന് പറയുന്ന അതിനും അപ്പുറത്ത് രഹസ്യമായിട്ടിരിക്കുന്ന ആ ഒരു എന്താ പറയാ അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടത് മന്ത്രം ജപിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവൂ. കാരണം മന്ത്ര ദേവതാ ശരീരമാണ്. 9 കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കണമെന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ആയുസ്, ധനം, വീട്ടിലെ കലഹം, ഭോഗവിഷയങ്ങള്, മന്ത്രം, ഔഷധം, ദാനം, മാനം, അപമാനം. ഇതിനെയാണ് നമ്മൾ നവഗോപ്യാദി ഭാരത, ഇതിനെ നവഗോപ്യങ്ങൾ എന്ന് പറയാറുണ്ട്. മന്ത്രം ശിഷ്യൻ ഒരു ഗുരുപദേശം അനുസരിച്ച് മാത്രം ആർജിക്കേണ്ടതാണ്. വളരെ രഹസ്യ ഉപദേശമാണിത്. ശരിയായ ഒരു ഗുരുവും അങ്ങനെ ദീക്ഷ കൊടുക്കില്ല. ഇങ്ങോട്ട് വരുന്ന ശിഷ്യരെ നിരീക്ഷിച്ച് പഠിച്ച് തന്റെ ആ ഒരു ഗുരുപരമ്പരയും ഉപാസ ദേവതയുടെയും നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ശ്രീവിദ്യ മന്ത്രദീക്ഷ കൊടുക്കാറുള്ളൂ. യോഗ്യത ഇല്ലാത്തവരിൽ ഈ മന്ത്രദേവത നിൽക്കില്ല. ഗുരുവിന് പാപമാണ് ഫലം. ഈ മന്ത്രം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ലളിതാ സഹസ്രനാമം ശ്രീവിദ്യ മന്ത്രം പോലെ തന്നെ രഹസ്യാത്മകമാണ്. അത് ജപിക്കാൻ 4 അധികാരികളാണുള്ളത്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിന് 4 ധ്യാനങ്ങളുള്ളത്. വിഷ്ണു സഹസ്രനാമത്തിന് ഒരു ധ്യാനേ ഉള്ളൂ അല്ലെ? ശാന്താകാരം ഭുജഗശയനം എന്ന് തുടങ്ങുന്നത്. ശിവസഹസ്രനാമത്തിന് ഒരു ധ്യാനേ ഉള്ളൂ, ശാന്തം പത്മാസനസ്ഥം ശശിധര മകുടം എന്ന് തുടങ്ങുന്നത്. എന്നാൽ ലളിതാ സഹസ്രനാമത്തിന് 4 ധ്യാന ശ്ലോകങ്ങളുണ്ട്. ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ 2 കൈകളുള്ള ദേവിയാണ്. ആ പാണിഭ്യ മളിപൂർണ രക്തചഷകം. നമ്മൾ ഇനി ധ്യാന ശ്ലോകങ്ങൾ വേറെ കാണുന്നുണ്ട്. രക്തോത്പലം വിഭ്രതി എന്ന് തുടങ്ങുന്ന ഒരു കയ്യില് മദ്യം നിറച്ച രത്നക്കുടമാണ്. കാരണം എന്താണ് ദേവിയുടെ കയ്യിൽ മദ്യക്കുടം വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് ആ ഒരു എല്ലാ ഗ്രീക്ക് ദേവന്മാരുടെ കയ്യിൽ നമ്മൾ മദ്യചഷകം കാണാം അല്ലെ? ഇത് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ഒരു ഗ്രീക്ക് ദേവതകളെ സംബന്ധിച്ചാണെങ്കിൽ ഒളിമ്പിക്കിലെ ഒരു അതിന്റെ പാനപാത്രത്തിന്റെ ഒരു പ്രതീകമാണെന്ന് പറയാം അല്ലെ? അപ്പോ ഇവിടെ ലളിതാ പരമേശ്വരിയുടെ ധ്യാനത്തിൽ ഒരു കയ്യില് ആ ഒരു രക്തോത്പലം ചുവന്ന താമരയും ഒരു കയ്യില് രത്നഘടവുമായിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ധ്യാനം പ്രത്യേകം ഒരു വിഭാഗത്തിന്റെ ധ്യാനമാണ്. കാരണം സിന്ദൂരാരുണ വിഗ്രഹം തൃനയന മാണിക്യ മൗലി എന്ന് പറയുന്നത് രത്നഘടസ്ഥ രക്തചരണാം ദേവി. അപ്പൊ ഇവിടെയൊക്കെ ഇവിടെ എന്താണ് രത്നഘടം എന്ന് നമ്മൾ അറിയണം. ഒരു മനുഷ്യന്റെ തലയോടാണ്. ഈ തലയോട്ടിലാണ് ദേവി ചവിട്ടിയിരിക്കുന്നത്. ഒരു സാധകന്റെ ബ്രഹ്മരന്ധ്രത്തിലാണ് ദേവിയുടെ കാല് വച്ചിരിക്കുന്നതെന്ന് അർത്ഥം. ആ ബ്രഹ്മരന്ധ്രത്തിൽ വച്ചിരിക്കുന്നത് ദേവിയുടെ രക്തചരണമാണ്. 4 വിധ ചരണങ്ങളാണ് ദേവിക്ക്. ആ രക്തചരണം, ശുക്ലചരണം, മിശ്രചരണം, ആ ഒരു നിർവാണ ചരണം. ഇവിടെ രക്തചരണം എന്നാല് ഒരു തരത്തിലുള്ള അധികാരികളാണ്. അതായത് ഇത് സത് ശിഷ്യന് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. രണ്ടാമത്തെ ധ്യാനം ധ്യായേത് പത്മാസനസ്ഥം. ഇവിടെ ദേവി ഭവാനിയായിട്ട് ശ്രീവിദ്യയായിട്ട് ഇരിക്കുകയാണ്. ദേവസ്യ സ്ത്രീ ഭവാനി. ഭവൻ എന്ന ശിവന്റെ ആ ഒരു സ്ത്രീ ആയിട്ടിരിക്കുന്ന ഭവാനി. ഇവിടെ ശിവന്റെ ഭാര്യ. ഇനി ഭവം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ആ ഒരു അധിനായികയാണ് ദേവി എന്നർത്ഥം. ഭവാനി. ഭവ ആരണ്യ കുഠാരികയാണ് ദേവി. ഈ ഒരു രണ്ടാമത്തെ അധികാരിക്കുള്ള ധ്യാനമാണിത്. ഇനി മൂന്നാമത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ സ കുങ്കുമ വിലേപനം സ്മരേത് അംബിക എന്ന് തുടങ്ങുന്നത്. അപ്പൊ ഈ ധ്യാനമാണ് വാമാചാരം എന്ന് പറയുന്ന ശ്രീവിദ്യ ഉപാസനയായിട്ട് വരുന്നത്. നേരത്തെയുള്ള രണ്ടും വാമാചാരമല്ല. ദേവിയുടെ വസ്ത്രം മഞ്ഞയാണ്, ഇവിടെ ദേവി അണിയുന്ന വസ്ത്രം ചുവപ്പായിട്ട് മാറി. ഇവിടെയാണ് രാഗസ്വരൂപ പാശാഠ്യ മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സായക ക്രോധാങ്കാര അങ്കുശോജ്വല. അപ്പൊ ഈ ഒരു രീതിയിൽ 4 കൈകളുള്ള ദേവിയാണ്. സ കുങ്കുമ വിലേപനം എന്ന് പറഞ്ഞ ആ നെറ്റിയിൽ കസ്തൂരി തിലകം, മന്ദഹാസം പൊഴിക്കണു, ചാപപാശവും അങ്കുശവും ഉണ്ട്. എല്ലാവരെയും മോഹിപ്പിക്കുന്ന അലങ്കാരം, വസ്ത്രം, മാല എല്ലാം ചുവപ്പ് നിറമാണ്. ജപാകുസുമ സങ്കാശം, അതായത് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നത്. അപ്പൊ ലൗഹിത്യ ആ ഒരു സർവത്ര വിമർശം, അതായത് എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇനി 4ാമത്തെ ശ്ലോകം അദ്വൈതികൾക്കുള്ളതാണ്. ദേവിയുടെ ആ ഒരു നിർവാണ ചരണം. അരുണാം കരുണാതരംഗിതാക്ഷി എന്ന് തുടങ്ങുന്ന ആ വിധ ഭവാനി. ദേവി അരുണയാണ്.
ആ കരുണയോടുകൂടിയുള്ള നോട്ടാണ്. പക്ഷെ വശിന്യാദികളും അണിമ, ലഖിമ തുടങ്ങിയ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടാണ് ദേവി ഇരിക്കുന്നത്. ഈ ശ്രീചക്രത്തിലെ പരിവാര ദേവതകളെ മയൂഖങ്ങളായിട്ട്, അതായത് രശ്മികളായിട്ട് ചുറ്റിയിരിക്കുന്നു. അപ്പൊ ഈ ദേവി തന്നെയാണ് എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നു സാധകൻ. ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലാണ് ഈ ദേവി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അദ്വൈത ഭാവമാണ് ഇവിടെ. അപ്പൊ ഭവാനിത്വം ദാസ്യമയി വിതര ദൃഷ്ടി സകരുണാം എന്ന ശങ്കര ഭഗവത്പാദര് പറഞ്ഞ ആ ഒരു അദ്വൈത ബോധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും ഉയർന്ന സാധകനുള്ളതാണ്. അങ്ങനെ 4 ധ്യാന ശ്ലോകങ്ങൾ 4 തരത്തിലുള്ള അധികാരികൾക്ക് മാത്രമേ ജപിക്കാവൂ എന്നാണ് തന്ത്രശാസ്ത്ര വിധി. ഇതൊക്കെ വിധികളായിട്ട് പലതും രേഖപ്പെടുത്തി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ. ഇന്നിപ്പോ എല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കും, ഇതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് വായിച്ചൂടാ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ചില കാര്യങ്ങള് നമ്മൾ അതിന്റെ ഫലം കിട്ടും. എന്തുകൊണ്ട് നമുക്ക് വായിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കാരണമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ വായിക്കുന്നത് എല്ലാവർക്കും വായിക്കാം ഇല്ലേ? ഫലം കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ചില ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു പോകുന്നത്. കാരണം നമ്മള് ലളിതാ സഹസ്രനാമം വർഷങ്ങളായിട്ട് ജപിച്ചു, എനിക്ക് ഫലം കിട്ടിയില്ല, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് മന്ത്രദീക്ഷ വേണം. ആ ഒരു ലളിതാദേവിയെ ഉപാസനാ ദേവതയായിട്ട് എടുക്കണം, ശ്രീചക്ര പൂജ ചെയ്യണം, നവ ആവരണങ്ങളെ അറിയണം, 4 ധ്യാന ശ്ലോകങ്ങളെ അറിയണം. ഇതെല്ലാം ഇതിന്റെ എന്താ പറയാ പ്രാരംഭ നടപടികളായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ലളിതാ സഹസ്രനാമം കൊണ്ട് ആ ഒരു ക്ഷിപ്രമായിരിക്കുന്ന വേഗമുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് എന്താ പറയാ മനസ്സിലാക്കി പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ദേവിയുടെ എന്താ പറയാ 4 പ്രത്യേകം നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു 4 ഭാവങ്ങൾ, മന്ത്രാധികാരി ആരെന്ന് കണ്ടു. ഇനി ദേവിയുടെ 4 ധ്യാന ശ്ലോകങ്ങൾ, സിന്ദൂരാരണ വിഗ്രഹം എന്ന് പറയുന്ന തുടങ്ങുന്ന 4 ധ്യാന ശ്ലോകങ്ങൾ 4 പേര് രചിക്കപ്പെട്ടതാണ്. അതിന്റെ ആ ഒരു എന്താ പറയുക അർത്ഥത്തെ മനസ്സിലാക്കി നമുക്ക് പോകാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.